ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഭഗവാൻ സഭയിലേക്ക് പ്രവേശിക്കുകയും ശാന്തി പ്രസ്താവന മുന്നിൽ വയ്ക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ദുര്യോധൻ ഒട്ടും അതൊന്നും ഗൗരവത്തോടുകൂടി എടുക്കത്തില്ല. ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കുകയാണ്. ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് ഗുരുപ്രണാമ മന്ത്രങ്ങൾ ആരംഭിക്കാം. അതിനുശേഷം മഹാഭാരതത്തിലെ അതിമനോഹരമായിട്ടുള്ള രോമാഞ്ചകരമായിട്ടുള്ള അധ്യായം നമുക്ക് ചർച്ച ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിം ഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥം വിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ ഗൃഹപ്രദായിനി ഗൗരികഥാദാമതായ നഗരദാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീവാഷമാനവീ ദേവി ദയിതായ കൃപാബ്ധി കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദാവസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഘോരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവമമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബുജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമൻരാസരസാരംഭി വംശീവടത്തടസ്ഥിത കർഷൺവേണസ്വനൈർഗോപൈർഗോപിനാഥ ശ്രീസ്തിനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद
Sri Advaita Gadadhara Srivasadi Gaurabhaktivinoda. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Mukam karoti vachalam pankam langhayati girim, yat kripadamaham vande Sri Gurum Dinatarinam Paramananda Madhavam Sri Chaitanya Ishwaram. Hari Om Tat Sat. Hare Krishna. നമുക്ക് ചർച്ച തുടരാം. ഇന്നലെ നമ്മൾ പഠിച്ചോ, ഭഗവാൻ ദുശാസന്റെ കൊട്ടാരത്തിൽ പോകത്തില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. ദുര്യോധന ഒരുപാട് ദേഷ്യമാവും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, എനിക്ക് വിശപ്പുമില്ല, പിന്നെ എനിക്ക് നിന്നോട് ഇഷ്ടവുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഭക്ഷണം കഴിക്കണം. അത് കേട്ടപ്പം ദുര്യോധന കൂടുതൽ അപമാനമായിട്ട് തോന്നി. ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ ദുര്യോധന തീരുമാനിച്ചിരിക്കുക. ഭഗവാൻ വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാനെ ബന്ദിയാക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ദുര്യോധനൻ. ഇനി ആ സഭയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സഭയിൽ എല്ലാ കുരുശ്രേഷ്ഠന്മാരും അവരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭഗവാൻ വരുന്നത് നോക്കി. ഭഗവാന്റെ രഥം എത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ സഭയിൽ വലിയ ബഹളമായി. എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും ജയ് ഗോവിന്ദ ജയ് ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കി ജയ്, യദുകുല നായകൻ കി ജയ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ എല്ലാവരും ഭഗവാനെ ജയ ജയ് പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഭഗവാൻ വിതുരരുടെയും സാത്വികയുടെയും കൈയും പിടിച്ച് ഭഗവാൻ വരികയാണ് സഭയിലേക്ക്. ഭഗവാൻ സഭയിലേക്ക് കയറിയ ഉടൻ തന്നെ ധൃതരാഷ്ട്രർ എഴുന്നേറ്റു. ഭീഷ്മരും ദ്രോണരും കൃപാചാര്യരും എല്ലാവരും എഴുന്നേറ്റു. ധൃതരാഷ്ട്രം മുന്നോട്ട് വന്ന് ഭഗവാൻ എല്ലാവിധ ആദരവും ബഹുമാനവും അർഘ്യപാദ്യങ്ങളും എല്ലാം കൊടുത്തു. ഭഗവാൻ ഇരിക്കാനായിട്ട് അതിമനോഹരമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഒരു സിംഹാസനത്തിൽ ഭഗവാൻ ഇരുത്തുകയാണ്. അതേ സമയത്ത് തന്നെ ഭഗവാന്റെ ദിവ്യദൃഷ്ടിയാൽ ഭഗവാൻ കാണുകയാണ്, അസംഖ്യം ദേവഋഷികളെല്ലാവരും അവിടെ സഭയിൽ ആകാശത്ത് നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഒരുപാട് ഋഷികൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നു ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ. ഭഗവാൻ നാരദ മഹർഷിയെ കണ്ടു. അവർക്കെല്ലാം വേണ്ടുന്ന ആസനങ്ങൾ കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞു. കാരണം അവരെല്ലാവരും നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രർ പുതിയ സ്വർണ ആസനങ്ങൾ ഈ ദിവ്യ ഋഷികൾക്ക് വേണ്ടി തയ്യാറാക്കി. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ആസനങ്ങളിലിരുന്നു. അവർക്കും വേണ്ട അർഘ്യപാദ്യങ്ങളെല്ലാം കൊടുത്ത് ബഹുമാന സൂചകത്തോടുകൂടി ബഹുമാനമൊക്കെ നൽകി അവരെ എല്ലാവരും ഇരുത്തി. ഭഗവാന്റെ ആസനത്തിലിരുന്നു. എന്നിട്ട് കൗരവരെല്ലാവരും വന്ന് ഭഗവാനെ പൂജിക്കുകയാണ്. വിതുരർ ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് ഒരു ആസനത്തിലിരിക്കുകയാണ്. ഭഗവാന് നേരെ എതിർഭാഗത്തായിട്ട് ദുര്യോധനും കർണനും ഒരേ ആസനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ധൃതരാഷ്ട്രാസനത്തിൽ ഇരുന്നതിന് ശേഷം ബ്രാഹ്മണർ പല വൈദിക മന്ത്രങ്ങൾ, ശുഭ കാര്യങ്ങൾക്ക് മുന്നേ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചു. അതിനുശേഷം എല്ലാവരും ശാന്തരായി. എല്ലാവരും കൃഷ്ണനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഭഗവാനെ നോക്കിയപ്പോൾ കറുത്ത ഒരു മണി
സ്വർണത്തെ കൊതിച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത് എല്ലാവർക്കും. ഭഗവാന്റെ കാർമുകിൽ നിറവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എല്ലാവരും നിശബ്ദരായിട്ട് ഭഗവാൻ പറയുന്നത് എന്താണ് എന്ന് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ ധൃതരാഷ്ട്രയെ നോക്കി എന്നിട്ട് പറഞ്ഞു, കൗരവരുടെയും പാണ്ഡവരുടെ ഇടയിലും എപ്പോഴും ശാന്തി തന്നെ നിലനിൽക്കട്ടെ. യുദ്ധകളത്തിൽ ഒരു യോദ്ധാക്കളും മരിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ വരുന്നതിന് മുമ്പേ ചെറുതായിട്ട് മഴ ചാറത്തില്ല, അതേപോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. എല്ലാവരുടെ കണ്ണുകളും ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. ശാന്തി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ധൃതരാഷ്ട്രേ. അങ്ങേക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങയുടെ കുലം ധർമ്മത്തിനും ന്യായത്തിനും വീരസാഹസികതയ്ക്കും അറിയപ്പെടുന്ന ഒരു കുലമാണ്. പ്രത്യേകിച്ച് ശാസ്ത്രത്തിലുള്ള അറിവും സത് സ്വഭാവികളായിട്ടുള്ള എത്രയോ രാജാക്കന്മാർ ഈ വംശത്തിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുപാട് കാരുണ്യമുള്ളവരായിരുന്നു, ക്ഷമയുള്ളവരായിരുന്നു, സത്യസന്ധരായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ പേര് ഈ കുലത്തിന് ഒരു കളങ്കമായി മാറാതിരിക്കാൻ അങ്ങ് നോക്കണം. അങ്ങ് കുരുവംശത്തിലെ ഇപ്പോഴത്തെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം അങ്ങ് തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങയുടെ കുലത്തിന് വലിയൊരു നാശമാണ് ഇനി വരാൻ പോകുന്നത്. അത് അങ്ങ് തടഞ്ഞില്ല എങ്കിൽ മുഴുവൻ ലോകവും നശിക്കാൻ പോവുകയാണ്. ഭഗവാൻ ദുര്യോധനെ നേരെ നോക്കി. ദുര്യോധന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഭഗവാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മക്കൾ ജീവിത മൂല്യങ്ങൾ എന്താണ്, മാനുഷിക മൂല്യങ്ങളെ പോലും പരിഗണിക്കുന്നില്ല. അവരുടെ നന്മ എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അവരെല്ലാം നീചന്മാരും ക്രൂരന്മാരും ചതിയന്മാരുമാണ്. അവരുടെ സ്വന്തം സുഹൃത്തുക്കളോട് തന്നെ അവർ ചതിവ് ചെയ്യുകയാണ്. ശാന്തി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. ഞാനും അങ്ങേയും തീരുമാനിക്കുന്ന പ്രകാരം ശാന്തി ഉറപ്പിക്കാൻ പറ്റും. അങ്ങ് ഒരു ആജ്ഞ പറയണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. അങ്ങ് ആജ്ഞാപിക്കുന്നത് പോലെ അങ്ങയുടെ മക്കൾ അത് കേൾക്കണം. ഞാൻ പറയുന്നത് പാണ്ഡവർ എന്തായാലും കേൾക്കും. അങ്ങ് അങ്ങയുടെ മക്കളെ ശാന്തിയുടെ മാർഗത്തിലേക്ക് നയിക്കൂ. ഞാൻ പാണ്ഡവരെയും അതേപോലെ ശാന്തിയിലേക്ക് നയിക്കാം. വളരെ ശ്രദ്ധിച്ച് രാജാവെ ഓരോ തീരുമാനങ്ങൾ എടുക്കാം. അങ്ങ് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു പോലും പാണ്ഡവരെ ശത്രുക്കളാക്കാതിരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. ഇപ്പോൾ അവരെല്ലാവരും ആരാധ്യനായിട്ടുള്ള നമ്മുടെ കുലത്തിലെ മുതിർന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അങ്ങേ കാണുന്നത്. സാക്ഷാൽ ദേവന്മാർ പോലും അങ്ങേക്കെതിരെ വന്നാലും അങ്ങയെ സംരക്ഷിക്കാനായിട്ട് അവരെപ്പോഴും നിങ്ങളുടെ അടുത്ത് കാണും. പാണ്ഡവരെ പോലെ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന വേറൊരു രാജ കുടുംബത്തെയും അങ്ങേക്ക് വേറെ കിട്ടത്തില്ല. അവർ അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, കർണൻ, അശ്വത്ഥാമ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുൻ, ഇങ്ങനെ എത്രയോ യോദ്ധാക്കൾ ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കും ഈ ലോകത്തിന്. ഈ ലോകത്ത് ആർക്കെങ്കിലും ധൈര്യം വരുമോ ഈ കൂട്ടായ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്? ഇതെല്ലാം കേട്ടിട്ട് ധൃതരാഷ്ട്ര തലകുനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാന്റെ വാക്കുകൾ നല്ല മൂർച്ചയേറിയതുമായിരുന്നു. അത് വേദനയും സൃഷ്ടിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് ധൃതരാഷ്ട്രയുടെ ആസക്തികളെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ധൃതരാഷ്ട്ര തൊണ്ടയെല്ലാം വരണ്ട് ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഉടനെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിന് പകരം രാജാവേ, പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അങ്ങേക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത്രയും മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്നതിലൂടെ അങ്ങേക്ക് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? എത്രയോ യോദ്ധാക്കൾ ബലിയാടുകളാവും. അങ്ങേക്ക് എന്ത് സന്തോഷമായിരിക്കും കിട്ടുന്നത് ഇരുപക്ഷത്തെയും മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ? കാരണം ഇരുപക്ഷത്തും അങ്ങയുടെ തന്നെ ബന്ധുക്കൾ തന്നെയാണ്. ഇരുപക്ഷത്തും മരണങ്ങൾ ഉണ്ടാവും. ആരും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കാണുന്ന രാജാക്കന്മാരും വിരാട് രാജ്യത്തിലുള്ള രാജാക്കന്മാരും ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെ ക്രോധത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും കൊലയും ചെയ്യും. അതുകൊണ്ട് ചക്രവർത്തി, അങ്ങ് എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കണം. ഈ ലോകത്തെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കണം. അങ്ങ് പണ്ട് പാണ്ഡവരോട് എന്ത് സ്നേഹമായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത്, അതേ സ്നേഹം ഇനിയും കൊണ്ടുവരും തിരിച്ച്. അവരെ സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കൂ. പൊതുവെ അച്ഛനില്ലാത്ത മക്കളോട് കൂടുതൽ കാരുണ്യമാണ് കാണിക്കേണ്ടത്, പ്രത്യേകിച്ച് ദുഃഖത്തിലിരിക്കുന്നവർ. ഇനി അവരെന്ത് സന്ദേശമാണോ അയച്ചിരിക്കുന്നത്, അത് ഞാൻ ഇനി നിങ്ങളോട് പറയുകയാണ്. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനിൽ നിന്ന് കേട്ട അതേ സന്ദേശം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ധൃതരാഷ്ട്ര രാജാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം 13 വർഷം നമ്മൾ വനവാസത്തിൽ കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചു അതിനുശേഷം അങ്ങ് പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന്. നമ്മൾ നമ്മുടെ വാക്ക് പാലിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വാക്ക് പാലിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ഈ 13 വർഷത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചു വേണം. അങ്ങ് ഭരതവംശിയാണ്. അങ്ങേക്ക് ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത്, അതേപോലെ നമ്മളോട് പെരുമാറണം. നമ്മളെല്ലാവരും അങ്ങയുടെ മക്കളെ പോലെ തന്നെയാണ്. അങ്ങ് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്. ഇനി നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് തീർച്ചയായിട്ടും നമ്മളെ തിരുത്താം. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമ്മളെ അനുവദിക്കണം. ഇതും കൂടെ കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഞെരിവിരി കൊള്ളുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരുപാട് കുറ്റബോധം ഉള്ളിൽ വളരാൻ തുടങ്ങി. പാണ്ഡുപുത്രന്മാരോട് ചെയ്ത അനീതിയും അധർമ്മം ഒരുപാട് വിഷമിപ്പിക്കാൻ തുടങ്ങി ധൃതരാഷ്ട്രയെ. അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം മക്കളെ പോലെ തന്നെയായിരുന്നു ധൃതരാഷ്ട്രൻ നോക്കിയിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതെല്ലാം മറന്ന് അവരോട് പല രീതിയിലും ദ്രോഹങ്ങൾ ചെയ്തു. അവർ സംരക്ഷിക്കപ്പെടേണ്ട അവരെ തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചു. ഇതെല്ലാം ഓർത്തപ്പോൾ ധൃതരാഷ്ട്രർ കണ്ണീര് ഒഴുകാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തെ നിലനിർത്തേണ്ട അതേ സഭയിൽ വെച്ച് ഏറ്റവും വലിയ അധർമ്മം നടക്കുകയായിരുന്നു. അതുകൊണ്ട് മുതിർന്ന കൗരവരുടെ ഉത്തരവാദിത്വമാണ് ആ അധർമ്മത്തെ വേരോടുകൂടി പിഴുത് എറിയുക എന്ന്. ആ അധർമ്മത്തെ നിങ്ങൾ പിഴുതെറിഞ്ഞില്ല എങ്കിൽ ഇതിന് ഭാഗമായ എല്ലാവരെയും, പങ്കെടുത്ത എല്ലാവരെയും നാശത്തിലേക്ക് അത് കൊണ്ടുപോകും. പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കുക എന്നതല്ലാതെ അങ്ങേക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഞാൻ നിങ്ങളുടെയും പാണ്ഡവരുടെയും ഹിതം മാത്രമേ ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്ക് സത്യമാണെങ്കിൽ കൗരവർ അത് അംഗീകരിക്കട്ടെ. മരണത്തിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കൂ.
ഉയർന്ന ചിന്താഗതിയുള്ള, വിശാല മനസ്കതയുള്ള ആ യുധിഷ്ഠിരനെ നിങ്ങളുടെ അനുയായിയായിട്ട് കൂട്ടത്തിൽ കൂട്ടും. പക്ഷേ അധർമ്മത്തിന് വേണ്ടി, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കരുത്. അധർമ്മത്തെ നിങ്ങൾ ധർമ്മമായി കാണരുത്. ധർമ്മത്തെ നിങ്ങൾ അധർമ്മമായിട്ട് കാണരുത്. അങ്ങിപ്പോൾ ഭൂമി മുഴുവൻ ഭരിക്കുന്ന രാജാവാണ്. അതുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് തടയൂ. അവരെപ്പോഴും പാപകർമ്മങ്ങളിലാണ് ആസക്തിയുള്ളത്. കുന്തിപുത്രന്മാർ എപ്പോഴും അങ്ങയുടെ സേവനത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെൻ്റെ ഉപദേശമാണ്. ഇനി അങ്ങ് തന്നെ തീരുമാനിക്കൂ എന്തായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു. അവിടെ ഇരിക്കുന്ന രാജാക്കന്മാർക്ക് ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. ഭഗവാനോട് തർക്കിക്കാനുള്ള ഒരു ചിന്ത പോലും ആരുടെ ഉള്ളിലും വന്നില്ല. ദുര്യോധൻ മാത്രമായിരുന്നു അതിൽ കുറ്റം കണ്ടുപിടിച്ചത്. എന്നിട്ട് അവൻ മാത്രം ഭഗവാൻ കൃഷ്ണനെ കളിയാക്കി ഒന്ന് ചിരിക്കുകയാണ്. അവിടെ പരശുരാമ ഋഷി ഉണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞു തീർന്നപ്പോൾ പരശുരാമസ്വാമി എഴുന്നേറ്റു സഭയിൽ. പരശുരാമസ്വാമി എല്ലാവരും അദ്ദേഹത്തെ തന്നെ നോക്കുകയായിരുന്നു. കറുത്ത ഒരു മാൻതോലും ധരിച്ച് ജടാധാരിയായിട്ട് അദ്ദേഹത്തിൻ്റെ കറുത്ത കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു പ്രത്യേകതരം ഒരു തേജസ് ആ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ദംഭോദ്ഭവൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ചരിത്രം അവിടെ പറയുകയാണ്. ആ രാജാവിന് അസാമാന്യ ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ധാർഷ്ട്യനും ഒരുപാട് അഹങ്കാരിയായിരുന്നു. അവന് ഒരു എതിരാളിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ അവൻ കേട്ടു നരനാരായണ ഋഷിമാരുണ്ടെന്ന്. അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 2 വ്യക്തികൾ. ഉടൻ തന്നെ അവൻ ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്തി. അവിടെ അവർ ഈ നരനാരായണ ഋഷികൾ തപസ് ചെയ്യുന്ന സ്ഥലം, എന്നിട്ട് അവരെ വെല്ലുവിളിച്ചു. നരനാരായണ ഋഷി സമ്മതിച്ചില്ല യുദ്ധത്തിനായിട്ട്. പക്ഷെ ഈ ദംഭോദ്ഭവൻ വീണ്ടും വീണ്ടും അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അവസാനം നരൻ പറഞ്ഞു, ശരി, നിനക്ക് യുദ്ധം വേണമെങ്കിൽ നീ യുദ്ധം ചെയ്തോളൂ. നീ നിന്റെ എല്ലാ സൈന്യത്തെയും കൊണ്ടുവരും, എല്ലാ ആയുധങ്ങളെയും കൊണ്ടുവരും. ഞാൻ നിന്റെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ രാജാവ് ദംഭോദ്ഭവൻ നരഋഷിയെ സർവശക്തിയും ആർജിച്ച് ആക്രമിച്ചു. നരഋഷി അവിടുന്ന് കുറച്ച് ദർഭപ്പുല്ലെടുത്തു. അതിൽ അദ്ദേഹത്തിൻ്റെ ശക്തികളെ ആവാഹിച്ച് അത് രാജാവിനെതിരെയും സൈന്യത്തിനെതിരെ എറിഞ്ഞു എന്നുള്ള. ആ ദർഭപ്പുല്ല് അതിമൂർച്ചയേറിയ വാളുകളും അസ്ത്രങ്ങളുമായിട്ട് മാറി എല്ലാ യോദ്ധാക്കളുടെയും ചെവിയും മൂക്കും അറുത്തു എന്നുള്ളതാണ്. അതായത് മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ ആ ദർഭയിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു. എല്ലാവരെയും തകർത്തു എന്നുള്ളതാണ്. ദംഭോദ്ഭവൻ അവസാനം നരഋഷിയുടെ കാൽക്കൽ വീണ് കാരുണ്യത്തിനായിട്ട് യാചിച്ചു. ഋഷി അവസാനം അവനെ ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ആരെയും വെല്ലുവിളിക്കരുത്. ആദ്യം വെല്ലുവിളിക്കുന്ന ആളുടെ ശക്തികളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വെല്ലുവിളിക്കാൻ. ഇത്രയും പരശുരാമസ്വാമി പറഞ്ഞിട്ട് ചുറ്റുമുള്ള എല്ലാവരെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, ആ നരഋഷിയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇത് നാരായണനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല, വെറും നാരായണനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇനി നാരായണൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ലെന്ന്. അന്നേരം സഭയിലുള്ളൊരു ഈ നരനാരായണനെ കുറിച്ച് എന്തിനാ ഇപ്പം പറയുന്നു? എന്നിട്ട് പരശുരാമസ്വാമി പറഞ്ഞു, അതേ നരനും നാരായണനുമാണ് കൃഷ്ണാർജുനന്മാരായിട്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്.
അതുകൊണ്ട് ദംഭോദ്ഭവം ചെയ്ത അതേ മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. അർജുനന് ഗാണ്ഡീവവും വേണ്ട, അസ്ത്രങ്ങളും വേണ്ട, ഒരു ദർഭം മതി മുഴുവൻ കൗരവ സൈന്യത്തെയും നശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്നിട്ട് പറഞ്ഞു, പൊതുവെ 8 തരത്തിലുള്ള ദുസ്വഭാവത്തിന് അടിമയായവർ മാത്രമാണ് അവരുടെ ആയുസ് കുറഞ്ഞു പോകുന്നത്. അതായത് ഈ 8 തരത്തിലുള്ള ദുസ്വഭാവം ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ അധികം കാലം ജീവിക്കത്തില്ല എന്നത് ഉറപ്പാണെന്ന്. അതായത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ക്രോധത്തെ, അമിതമായ ക്രോധം, അത്യാഗ്രഹം, മണ്ടത്തരം, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത്, ഒരു ക്ഷമയില്ലാത്തത്, പിന്നെ അഹങ്കാരം, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വാർത്ഥത. അന്നേരം ഇങ്ങനെയുള്ള ദുസ്വഭാവികളായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും അവരുടെ ആയുസ് കുറവായിരിക്കും. അന്നേരം ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ കാരണം ഒരു വ്യക്തി വെറും മണ്ടനായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾക്കൊന്നും നീ അടിമപ്പെടാതെ നിന്റെ ആയുസ് കുറഞ്ഞു പോകും. അർജുനെ ഈ ത്രിലോകങ്ങളിൽ ആർക്കും കൊല്ലാൻ കഴിയില്ല, പിന്നെ ജനാർദ്ദനെ കുറിച്ച് എന്ത് പറയാനാണ്? അതുകൊണ്ട് നിനക്ക് ഏറ്റവും നല്ലത് ആളുമായിട്ട് ഒത്തുതീർപ്പിൽ എത്തുക എന്നതാണ്. മറ്റുള്ളവർക്ക് നന്മയുള്ളത് എന്താണോ അത് നീ ചെയ്യുക, ഈ ലോകത്തിന് നന്മയ്ക്കുള്ളത് എന്താണോ അത് ചെയ്യുക. ഇതിനുശേഷം അടുത്തൊരു ഋഷി എഴുന്നേറ്റു, കണ്വ ഋഷി. കണ്വ ഋഷി പറഞ്ഞു, പരശുരാമൻ പറഞ്ഞ അതേ കാര്യം തന്നെ സമ്മതിച്ചു നരനാരായണ ഋഷിയെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, ശാരീരിക ബലം ഉള്ള വ്യക്തിയെ മാത്രം നിങ്ങൾ ശക്തരായിട്ട് കാണരുത്. യഥാർത്ഥ ബലം ധർമ്മത്തിലാണെന്ന് പറഞ്ഞു. ഒരു വ്യക്തി എത്രത്തോളം ധർമ്മിഷ്ഠനാണോ അത്രത്തോളം ശക്തിശാലിയാണ്. പാണ്ഡവർ ധർമ്മിഷ്ഠരാണ്. അതുകൂടാതെ എല്ലാ ധർമ്മത്തിന്റെ ഉദ്ഭവമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ 5 നായകന്മാര് ഭഗവാൻ കൃഷ്ണനോട് കൂടെത്തി ചേരുമ്പോൾ അവർക്ക് അവരുടെ കൂട്ടത്തിൽ ധർമ്മദേവനുണ്ട്, വായുദേവനുണ്ട്, ഇന്ദ്രനുണ്ട്, അശ്വിനി കുമാരന്മാരുണ്ട്, സാക്ഷാൽ വിഷ്ണുവുണ്ട്. അതുകൊണ്ട് ദുര്യോധന, നിനക്ക് അവരുടെ ദേഹത്തും അവരുടെ നേരെ നോക്കാൻ പോലും കഴിയുമോ? അതുകൊണ്ട് ശാന്തിയിലേക്ക് തിരിയൂ, അല്ലെങ്കിൽ എല്ലാം നശിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ ദുര്യോധനൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൻ കർണനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്വ ഋഷി സംസാരിക്കുന്നത് നിർത്തി. എന്നിട്ട് തൊടയിൽ ദുര്യോധനൻ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെയായാലും ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവമാണ് എൻ്റെ വിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്താണോ എൻ്റെ വിധി എനിക്കായിട്ട് വെച്ചിട്ടുള്ളത് അത് തന്നെ എനിക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോന്ന്. ദുര്യോധന ഉയർന്ന ശക്തി അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് എല്ലാം ഒരു തമാശയായിട്ടായിരുന്നു ദുര്യോധൻ ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളത്. അവൻ ഇടയ്ക്കിടയ്ക്ക് കർണനെ നോക്കും, അവർ രണ്ടുപേരും കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും മുതിർന്ന ഋഷിമാരുടെ വാക്കുകളെ ഗൗരവത്തോടുകൂടി എടുക്കാൻ തീരെ താല്പര്യമില്ല. അതിനുശേഷം നാരദ മഹർഷി പറഞ്ഞു, പരശുരാമസ്വാമി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവും ഒരു പുരാണങ്ങളിൽ നിന്നൊരു ചരിത്രം പറഞ്ഞു. ഒരു രാജാവ് സ്വന്തം ധാർഷ്ട്യവും അജ്ഞാനത്താലും എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ദുര്യോധന, അങ്ങയുടെ ഹിതചിന്തകർ പറയുന്നത് എന്താണെന്ന് നീ കേൾക്കൂ. ധാർഷ്ട്യം കൊണ്ട് നാശമേ സംഭവിക്കൂ. നിന്റെ ക്രോധവും നിന്റെ ഈ മണ്ടത്തരവും അകറ്റി പാണ്ഡവരുമായിട്ട് ശാന്തി ഉറപ്പാക്കും, ഒത്തുതീർപ്പിലേക്ക് എത്തും. ഞാനിപ്പോൾ പറഞ്ഞ ആ കഥയെ നീ വിശദമായിട്ട് ആലോചിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും.
നീ നിന്റെ ആഗ്രഹങ്ങളെയും ക്രോധത്തെയും നിയന്ത്രിക്കൂ. അതിലൂടെ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഈ ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് മാറും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ക്രോധത്തെയും അത്യാഗ്രഹത്തെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാശം തന്നെയായിരിക്കും. ഇതെല്ലാം കേട്ടിട്ടും ദുര്യോധനൻ ഒന്നും മിണ്ടിയില്ല. ധൃതരാഷ്ട്രർ കൈ പൊക്കിയിട്ട് പറഞ്ഞു, നാരദ മഹർഷി, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഞാനും ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ അശക്തനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ധൃതരാഷ്ട്രർ ഭഗവാൻ കൃഷ്ണനെ നോക്കി. ഭഗവാന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഭഗവാൻ ഒരു കാല് മടക്കി ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു കാല് കാല് വെക്കാനായിട്ടുള്ളൊരു പീഠമുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, കേശവ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങ് പറഞ്ഞതെല്ലാം എൻ്റെയും നമ്മുടെയും എല്ലാവരുടെയും ഈ ലോകത്തിൻ്റെ മൊത്തം ഹിതത്തിന് വേണ്ടിയാണെന്നും എനിക്കറിയാം. അങ്ങയുടെ ഈ വാക്കുകൾ പാലിക്കുന്നതിലൂടെ നമുക്ക് ഉപരി ലോകങ്ങളിലേക്ക് എത്താൻ കഴിയും. പക്ഷേ ഞാൻ അശക്തനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ മകൻ ദുര്യോധനെ ഒന്ന് സമ്മതിപ്പിക്കണം. അവൻ ശാസ്ത്രവചനങ്ങളെയൊക്കെ അവഗണിക്കുന്നു. എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. വിതുരർ പറയുന്നതോ ഭീഷ്മർ പറയുന്നതോ മുതിർന്നവർ ആര് പറയുന്നതോ അവൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ അവന് നിർദ്ദേശങ്ങൾ കൊടുക്കൂ കൃഷ്ണ. അങ്ങ് എൻ്റെ മകനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമായിരിക്കും. ഹരേ കൃഷ്ണ. ഭഗവാൻ ദുര്യോധനെ നോക്കി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിന്റെ സമ്പത്തും നിന്റെ സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. നീ നിന്റെ സമൃദ്ധിയും സന്തോഷവും ആഗ്രഹിക്കുന്ന പോലെ ഞാനും നിന്റെ സന്തോഷവും സമൃദ്ധിയും ആഗ്രഹിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ദുരിതങ്ങൾ മാത്രമേ കൊണ്ടുവരൂ. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എപ്പോഴും ധർമ്മത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ. അതിലൂടെ എപ്പോഴും അവർക്ക് യഥാർത്ഥ സുഖമേ ലഭിക്കത്തുള്ളൂ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. നീ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കത്തില്ല. നിന്റെ ഈ ധാർഷ്ട്യ സ്വഭാവം വളരെ നീചമാണ്, വളരെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിന്നെയും കൊല്ലും. അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നീ വിടൂ. അതുകൊണ്ട് ഇതിന് പകരം നിന്റെ നന്മ എന്തിലാണോ അതിനു വേണ്ടി നീ പ്രയത്നിക്കൂ. നിന്റെ സഹോദരങ്ങളുടെയും നിന്റെ അനുയായികളുടെയും നിന്റെ കൂട്ടുകാരുടെയും, അതുകൊണ്ട് പാണ്ഡവരുമായിട്ട് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തും. ഇതിലൂടെ നിന്റെ അച്ഛനും സന്തുഷ്ടനാകും, കൗരവരും സന്തുഷ്ടരാകും, ബാക്കിയുള്ള എല്ലാവരും. നിന്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ? നീ പാണ്ഡവരുമായിട്ട് ഒത്തുതീർപ്പാവാനാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു അച്ഛൻ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഒരിക്കലും ഒരു മകൻ നിൽക്കാൻ പാടില്ല. പിന്നെ ഒരു വ്യക്തി അവരുടെ ഹിതചിന്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും കേൾക്കണം. അതുകൊണ്ട് മുതിർന്നവരുടെ നിർദ്ദേശങ്ങളെ പാലിക്കാത്തവർ, അവരുടെ ഹിതചിന്തകരുടെ നിർദ്ദേശങ്ങളെ പാലിക്കാത്തവർ, അവർ തീർച്ചയായിട്ടും വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. അതിലൂടെ പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ മിണ്ടാതിരുന്നു. ഭഗവാൻ തുറിച്ചു നോക്കുകയാണ് ദുര്യോധനെ. അവൻ മിണ്ടാതിരിക്കുകയാണ്. ദുര്യോധനൻ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് കാല് വെച്ച് തറ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഭയിലുള്ള എല്ലാവരും ദുര്യോധനെ തന്നെ നോക്കുകയാണ്. വീണ്ടും ഭഗവാൻ അളന്നു തൂക്കി സംസാരിക്കുകയാണ്. ആരാണോ അധമ വ്യക്തികളുടെ നിർദ്ദേശങ്ങളെ വലിയ പണ്ഡിതന്മാരുടെ വാക്കുകളായിട്ട് സ്വീകരിക്കുന്നത്, അവർ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല.
സാക്ഷാൽ ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോലും കഴിവുള്ള അങ്ങനെയുള്ള ബന്ധുക്കളെ ഉപേക്ഷിച്ചിട്ട് ഒരു യോഗ്യതയില്ലാത്ത, ഒരു പരിചയമില്ലാത്ത അപരിചിതരുമായിട്ടാണ് നീ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത്. പാണ്ഡവരുമായിട്ട് നീ സൗഹൃദത്തിലാവുന്നതാണ് എല്ലാം കൊണ്ടും നിനക്ക് നല്ലത്. അവരെ ഒരുപാട് നീ ചതിച്ചു, ഒരുപാട് ദ്രോഹിച്ചു. പക്ഷെ അതെല്ലാം അവർ ക്ഷമിക്കാൻ തയ്യാറാണ്. നീയായിട്ട് സൗഹൃദത്തിൽ ജീവിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് നിന്റെ സ്വന്തം ബന്ധുക്കളോട് നീ ക്രോധം കാണിക്കാതെ ധർമ്മത്തിൽ ജീവിക്കൂ. അത് ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല, ധർമ്മത്തിൽ ജീവിച്ചാൽ മാത്രമേ നിന്റെ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുകയുള്ളൂ. നീ പാണ്ഡവരുമായിട്ട് സൗഹൃദത്തിൽ ജീവിക്കൂ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. നിന്റെ കീർത്തി നീ കൂടുതൽ കീർത്തിമാനായിട്ട് ഭവിക്കും. നീ കർണന്റെയും ശകുനിയുടെയും ദുശാസനന്റെയും കൂട്ടായിട്ട് നിന്നിട്ട് നിനക്ക് എന്ത് കിട്ടും? ഇത് കേട്ടപ്പോൾ കർണൻ അങ്ങോട്ട് അപമാനമായിട്ട് തോന്നി. അവൻ ദുര്യോധനെ തുറച്ചു നോക്കി. അപ്പോഴും ദുര്യോധൻ തലകുനിച്ചിരിക്കുക. രണ്ടുപേർക്കും ഭഗവാൻ പറയുന്ന ഒന്നും ദഹിക്കുന്നില്ല. അവർക്ക് രണ്ടുപേർക്ക് ഇപ്പോഴും തോന്നുന്നു അവരുടെ തീരുമാനങ്ങൾ ധർമ്മം തന്നെയാണ്, അല്ലാതെ പാണ്ഡവപക്ഷത്ത് മാത്രമല്ല ധർമ്മം. ധൃതരാഷ്ട്രർക്കും സിംഹാസനത്തിലിരിക്കാൻ അധികാരമില്ലേ? പാണ്ഡു ഇളയ സഹോദരൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദുര്യോധനും അവകാശമുണ്ട് ആ സിംഹാസനത്തിലിരിക്കാൻ. പാണ്ഡവരെക്കാട്ടിയും കൂടുതൽ അർഹത ദുര്യോധനാണ്. അതുകൊണ്ട് ഒന്നിച്ചെന്തായാലും ശാന്തിയിൽ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദുര്യോധൻ മാത്രം എന്തിന് വിട്ടുവീഴ്ചകൾ ചെയ്യണം? പാണ്ഡവർ ഹസ്തിനപുരി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വിട്ടതാണ്. ഇപ്പോൾ അവരില്ലാതെ എല്ലാം വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ എപ്പോഴും അവരുടെ പക്ഷത്തെ ചേരും. കാരണം അവര് സുഹൃത്തുക്കളായതുകൊണ്ട്. അവർക്ക് എങ്ങനെ പറയാൻ കഴിയും ദുര്യോധന്റെ ഉദ്ദേശം ശരിയല്ലെന്ന്? കർണൻ കണ്ണുകളൊക്കെ ചുമന്ന് ക്രോധത്താൽ കൃഷ്ണനെ നോക്കി. ഭഗവാൻ ദുര്യോധന്റെയും കർണന്റെയും മുഖം നന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദുര്യോധനോട് പറയാം, ദുര്യോധന, ഭീമസേനന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റി കെൽപ്പുള്ള ഏതെങ്കിലും ഒരു യോദ്ധാവിനെ നീ എനിക്ക് കാണിച്ചു തരാമോ? അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ഭഗവാൻ ശാന്തി പ്രസ്താവന സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവസാനം യുദ്ധത്തിന്റെ പരിണാമങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ഭയം സൃഷ്ടിക്കാൻ ഭഗവാൻ ശ്രമിക്കുക. അർജുനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ആർക്കെങ്കിലും വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുമോ? പിന്നെ എന്തിനാണ് നീ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വെറുതെ നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? ഖാണ്ഡവവനത്തിൽ അർജുൻ ഒറ്റയ്ക്ക് ദേവന്മാരും ഗന്ധർവന്മാരുമായിട്ട് അസുരന്മാരും നാഗങ്ങളുമായിട്ട് യുദ്ധം ചെയ്തു. അതുകൊണ്ട് നിനക്ക് എന്ത് രക്ഷയാണ് നീ പ്രതീക്ഷിക്കുന്നത്? വിരാട് രാജ്യത്തിൽ നീ കണ്ടതല്ലേ അർജുന്റെ യുദ്ധം എന്താണെന്ന്? നീ നിന്റെ കൂട്ടുകാരെയും നിന്റെ ബന്ധുക്കളെക്കുറിച്ച് ചിന്തിക്കൂ. നിന്റെ മണ്ടത്തരത്തിന് അവരെ മരണത്തിന് കൊടുക്കരുത്. ഇത്രയും സമ്പന്നമായിട്ടുള്ള കുരുവംശം ഇല്ലാതെയാകരുത്. അതുകൊണ്ട് പാണ്ഡവരെ നീ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി പാണ്ഡവരുടെ കൂടി കഴിയും. അവർ തീർച്ചയായിട്ടും നിന്റെ അച്ഛനെ തന്നെ ചക്രവർത്തിയായിട്ട് നിയമിക്കും. നീ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് എപ്പോഴും കൂട്ടത്തിൽ കാണും. ഇതിലൂടെ നിനക്ക് എന്നും സമ്പത്തും സന്തോഷമേ ലഭിക്കൂ. ഇത് അവഗണിക്കരുത്. പാണ്ഡവരുമായിട്ട് ശാന്തി ഉറപ്പിക്കുന്നതിലൂടെ നിന്റെ രാജ്യം ഇനിയും സമ്പന്നമാണ്. ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു
ആ ആ രീതിയിലുള്ള ഒരു ലക്ഷണങ്ങളും ദുര്യോധനിൽ കണ്ടില്ല. ദുര്യോധൻ എന്തോ തീയുടെ മുകളിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. ദുര്യോധനന്റെ ഒരു മാറ്റം ഇല്ലെന്ന് കണ്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, മകനെ ദുര്യോധന, ഭഗവാന്റെ വാക്കുകൾ ഒരു സുഹൃത്തിനെ പോലെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഭഗവാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നിനക്ക് സമ്പന്നതയും കിട്ടത്തില്ല, സമാധാനവും കിട്ടത്തില്ല, സന്തോഷവും കിട്ടത്തില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ധർമ്മത്തിന്റെ വഴിയെന്നും നിനക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. നീ മറ്റു വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കുരുവംശത്തിന്റെ സമൃദ്ധിയെ നശിപ്പിക്കരുത്. ഈ ക്ഷത്രിയരെ എല്ലാം വെറുതെ കൊലയ്ക്ക് കൊടുക്കരുത്. നിന്റെ സഹോദരങ്ങളെ വെറുതെ നശിപ്പിക്കരുത്. നീ നിന്നെ നശിപ്പിക്കരുത്. നിന്റെ അച്ഛനെയും അമ്മയും എന്നേക്കുമായിട്ട് ഒരു ദുഃഖത്തിന്റെ സമുദ്രത്തിൽ മുക്കരുത്. കേശവൻ പറയുന്ന കേൾക്കൂ. കേശവന്റെ ഉപദേശത്തെ സ്വീകരിക്കൂ. ഭീഷ്മർ പറഞ്ഞു തീർന്നപ്പോൾ ദ്രോണാചാര്യർ എഴുന്നേറ്റു. ഞാനും സമ്മതിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞ ഉപദേശങ്ങൾ ധർമ്മത്തെ കൊണ്ട് നിറഞ്ഞതാണ്. എല്ലാവർക്കും പ്രയോജനമേ ഉണ്ടാകും. ദുര്യോധന, നീ ഭഗവാൻ പറയുന്ന കേൾക്കൂ. മാധവനെ നീ അപമാനിക്കരുത്. ആരാണോ നിന്നെ യുദ്ധത്തിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, സമയം വരുമ്പോൾ അവരാരും നിന്റെ അടുത്ത് കാണത്തില്ല. കാരണം അവർ പോലും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കൂ. അർജുന്റെ മുമ്പിൽ, കൃഷ്ണന്റെ മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ പറയുന്നത് നീ കേട്ടില്ല എങ്കിൽ നീ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. ഇത് വീണ്ടും വീണ്ടും കേട്ടതല്ലേ, പിന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യ്. നീയായിട്ട് സംസാരിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ലെന്ന്. മുതിർന്ന കൗരവരെല്ലാവർക്കും അവരുടെ എല്ലാ ക്ഷമയും കേട്ടു ദുര്യോധനൻ. എന്തു പറഞ്ഞാലും അവനിൽ ഒരു മാറ്റമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി അവിടെ ഇരിക്കുന്ന ക്ഷത്രിയരുടെ എല്ലാം മരണം അടുത്തു എന്ന് തന്നെ തോന്നി എല്ലാവർക്കും. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വർണ്ണിച്ചതുപോലെ തന്നെ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ദ്രോണാചാര്യർ പറഞ്ഞതിന് ശേഷം വിതുരർ സംസാരിച്ചു. വിതുരർക്ക് നന്നായിട്ട് അറിയാം വിതുരർ പറയുന്ന ഒന്നും കേൾക്കത്തില്ലെന്ന്. പക്ഷെ എന്നാലും ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് ഭഗവാൻ പറയുകയും ചെയ്തു വിതുരരോട് സംസാരിക്കാൻ. അപ്പോൾ വിതുരർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദുര്യോധന, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തും ദുഃഖമില്ല. പക്ഷെ നിന്റെ അച്ഛനും അമ്മയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖമുണ്ട്. നീ മാത്രമേ അവർക്കൊരു സംരക്ഷകനായിട്ടുള്ളൂ. നീയും നിന്റെ സഹോദരങ്ങളും പോയി കഴിഞ്ഞാൽ അവർ നിസ്സഹായരായിട്ട് ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും. അവരുടെ സുഹൃത്തുക്കളും മന്ത്രിമാരെ എല്ലാം ഒരു പക്ഷിയുടെ ചിറക് അറുത്തതുപോലെ അവർ ഈ ഭൂമിയിൽ വീഴും. നിന്നെപ്പോലെ ഒരു നീചനായ മകൻ അവർക്ക് കിട്ടിയതുകൊണ്ട് അവരൊരു പിച്ചക്കാരായിട്ട് ഈ ലോകത്തിൽ നടക്കേണ്ടി വരും. ധൃതരാഷ്ട്രയുടെ 3 പ്രധാനപ്പെട്ട ആൾക്കാർ, അതായത് ഭീഷ്മര്, ദ്രോണാചാര്യർ, വിതുരർ ഭഗവാൻ പറഞ്ഞതിനെ അനുകൂലിച്ചപ്പോൾ ധൃതരാഷ്ട്രർക്ക് കൂടുതൽ ഭയം ഉള്ളിൽ ജനിച്ചു. എന്നിട്ട് വിതുരർ പറഞ്ഞു, ദുര്യോധന, സമയമായി പാണ്ഡവരുമായിട്ട് ഒത്തുതീർപ്പിന്. മഹാപുരുഷനായ കേശവൻ പറഞ്ഞത് പരമസത്യമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ എല്ലാവരുടെയും
ഉന്നതിക്ക് വേണ്ടിയാണ്. ഇതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പോവും, വിരാട് രാജ്യത്തിലേക്ക് പോവും, പാണ്ഡവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കും. എല്ലാ ശത്രുതകളും തീരട്ടെ. യുധിഷ്ഠിരൻ തോളുമേൽ തോള് ചേർന്ന് നീയായിട്ട് നടക്കട്ടെ. ഭൃഗോദരൻ നിന്നെ ആലിംഗനം ചെയ്യട്ടെ. അർജുനും നകുല സഹദേവന്മാരും നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരങ്ങളായിട്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടട്ടെ. ഈ ലോകത്തെ മുഴുവൻ നിങ്ങൾക്ക് ഒന്നിച്ച് ഭരിച്ചുകൂടെ? അതുകൊണ്ട് പ്രിയപുത്രനെ ദുര്യോധന, നീ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് നീ അവഗണിക്കരുത്. നീ യുദ്ധത്തിന് പകരം ശാന്തി സ്വീകരിക്കും. ഇത് കേട്ടതോടുകൂടി ദുര്യോധന്റെ എല്ലാ കൺട്രോളും എന്താ പറയല്ലേ. ഞാൻ ദുര്യോധന്റെ സ്ഥാനത്താണെങ്കിൽ എന്നെ ശരി സമ്മതിച്ചു എന്ന് ഇതിൽ കൂടുതൽ എന്താ പറയണോ? ഇനിയൊന്നും പറയാനില്ല. പക്ഷെ ദുര്യോധൻ ഒട്ടും വിട്ടുകൊടുക്കത്തില്ലല്ലോ. സമ്മതിക്കണം. ഈ കോൺഫിഡൻസ്, ഉറച്ച തീരുമാനം, തൊട പൊട്ടി ചാവുന്നത് വരെ ആള് വിട്ടുകൊടുത്തില്ല. ഈ ഡിറ്റർമിനേഷൻ നമുക്കും ഭക്തിയിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നെ രക്ഷപ്പെട്ടേനല്ലേ. ദുര്യോധനിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ആള് തീരുമാനിച്ചതിൽ തന്നെ ഉറച്ചിരിക്കുക എന്നുള്ളതാണ്. വല്ലാത്തൊരു കോൺഫിഡൻസ്. അപ്പൊ ദുര്യോധൻ കൂടുതൽ ക്രുദ്ധനായി. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, ഈ പാണ്ഡവർ എന്താണ് എല്ലാവരും ഭയപ്പെടുന്നത്? ഉള്ളിൽ ചിന്തിക്കുക. ഇതിനു മുമ്പേ യുദ്ധം ചെയ്തപ്പോൾ ചിലപ്പോൾ ഭാഗ്യം എൻ്റെ കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ ഇനി അതെല്ലാം മാറാൻ പോവുകയാണ്. കാരണം എന്നെ സഹായിക്കാൻ ഒരുപാട് ദാനവന്മാർ പാതാള ലോകത്തിൽ നിന്ന് വരാൻ പോവുകയാണ്. അവരെല്ലാവരും കൗരവ സൈന്യത്തെ സപ്പോർട്ട് ചെയ്യും. അതിലൂടെ ദുര്യോധൻ അജയനായിട്ട് മാറും. എന്നിട്ട് ദുര്യോധൻ അച്ഛനെ നോക്കി എന്നിട്ട് വിചാരിക്കുകയാണ്, ഇങ്ങേർക്കൊരു ബോധമില്ലേ? ഇങ്ങേർക്ക് നാണമില്ല ഭീമനെ കെട്ടിപ്പിടിക്കാൻ പറയുന്നത്? ഭീമനാണെങ്കിൽ എൻ്റെ ജന്മശത്രുവാണ്. ഭീമനെ കെട്ടിപ്പിടിക്കുന്ന ആ കാര്യം ഓർത്തപ്പോഴേ ദുര്യോധന അറപ്പും. ഇത്രയും കാലം ഈ ഭൂമി മുഴുവൻ ഭരിച്ചിട്ട് യുധിഷ്ഠിരന് മുമ്പിൽ തലകുനിക്കാനോ? നടക്കൂല എന്ന് ദുര്യോധൻ ചിന്തിക്കുക. ദുര്യോധന് ഉള്ളിൽ തോന്നി, ഇനി എന്തായാലും പറഞ്ഞേ പറ്റൂ. ഉള്ളിലെ ദേഷ്യവും അമർഷവും ഒക്കെ അടക്കി ഒതുക്കി കടിച്ചു പിടിച്ച് പുറമെ ശാന്തനായിട്ട് അഭിനയിച്ച് ദുര്യോധന എഴുന്നേറ്റ് ഭഗവാൻ കൃഷ്ണനെ നോക്കി. മധുസൂദന, അങ്ങ് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അങ്ങ് എപ്പോഴും എന്നെ തന്നെ കുറ്റപ്പെടുത്താറുള്ളൂ. എന്താണ് കേശവ, അങ്ങ് എപ്പോഴും പാണ്ഡവരെ തന്നെ പുകഴ്ത്തി പറയുന്നു, എന്നിട്ട് എന്നെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു? അങ്ങ്, വിതുരർ, ഭീഷ്മർ, ദ്രോണർ, എൻ്റെ അച്ഛൻ, എല്ലാവരും എൻ്റെ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. മറ്റാരിലും കുറ്റം കാണുന്നില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്കൊരിക്കലും തോന്നുന്നില്ല ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. ഇതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമുക്കൊരിക്കലും തോന്നത്തില്ലല്ലോ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഞാൻ ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് വിശദമായിട്ട് ആലോചിച്ചിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പാണ്ഡവർ സ്വയമാണ് ചൂതുകളിലെല്ലാം തോറ്റത്. അവരെ ആരും നിർബന്ധിച്ചില്ല ചൂത് കളിക്കാനായിട്ട്. അവരുടെ സ്വത്ത് സമ്പത്തെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തപ്പോഴും അവർ വീണ്ടും കളിക്കാൻ തയ്യാറായി. അതിലൂടെയാണ് അവർ വനവാസത്തിലേക്ക് പോയത്. ഇതെന്റെ കുറ്റമാണോ? പിന്നെ എന്തുകൊണ്ട് അവർ എന്നെ ശത്രുവായിട്ട് കാണുന്നു? ഇപ്പോൾ അവർക്ക് ശക്തിയില്ല, അവർക്ക് ഒരു കഴിവുമില്ല, എന്നിട്ടും അവർ കൗരവരെ വെല്ലുവിളിക്കുകയാണ്. ദുര്യോധന ഉടനെ
കർണനെ നോക്കി. ഉടനെ കർണൻ പറഞ്ഞിരിക്കും, ഇങ്ങനെ കർണൻ കാണിച്ചു. അതും കൂടെ കിട്ടിയപ്പോൾ പിന്നെ ദുര്യോധനന് പിന്നെ ഒന്നും പറയണ്ട അല്ലേ? കൊള്ളാമല്ല, ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ ഒരു തീരുമാനം. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, നമ്മൾ ശക്തരായിട്ടുള്ള ക്ഷത്രിയരാണ്, അതുകൊണ്ട് ഭയത്താൽ ഒരാളുടെ മുമ്പിലും തലകുനിക്കത്തില്ല. കൗരവ സൈന്യത്തെ നേരിടാനായിട്ട് ശക്തരായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേശവ. അതുകൊണ്ട് യുദ്ധത്തെ പേടിച്ചിട്ട് നമ്മൾ എന്തിന് പാണ്ഡവർക്ക് രാജ്യം തിരിച്ചു കൊടുക്കണം? എന്റെ കർത്തവ്യമാണ് യുദ്ധം ചെയ്യുക. ഞാൻ യുദ്ധകളത്തിൽ മരിച്ചു വീണാലും എനിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് എത്താൻ കഴിയും. ശ്രേഷ്ഠമായിട്ടുള്ള ഈ ക്ഷത്രികുലത്തിൽ ഞാൻ ജനിച്ചിട്ട് ഞാൻ എന്തിന് യുദ്ധത്തെ തടയണം? ശത്രുക്കളെ ഭയന്നുകൊണ്ടോ? ആത്മാഭിമാനമുള്ള ഒരു യോദ്ധാവും ഭീഷണി കേട്ടിട്ട് ഒരിക്കലും യുദ്ധത്തിൽ നിന്നും പിന്മാറാറില്ല. എനിക്ക് പാണ്ഡവരെ ഒട്ടും ഭയമില്ല. അതുകൊണ്ട് മാധവ, ഞാൻ ഒരിക്കലും അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കത്തില്ല. ഇപ്പോൾ അത് ധൃതരാഷ്ട്രയുടേതാണ്, അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ധൃതരാഷ്ട്രയുടെ സേവകർ മാത്രമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം ആ രാജ്യത്തെ അവർക്ക് കൊടുത്തിട്ട്, പക്ഷെ ആ തെറ്റിനെ അവർ തിരുത്താൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ആ സമയത്ത് ഒരു കുഞ്ഞായിരുന്നു. ആ സമയത്ത് പാണ്ഡവർക്ക് തെറ്റായിട്ട് ആ രാജ്യം കൊടുത്തതാണ്. പക്ഷെ വീണ്ടും ആ തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ദുര്യോധൻ സഭയിലിരിക്കുന്ന എല്ലാവരെയും നോക്കി. ഒരു കൈ അരയിൽ വെച്ചിട്ട് മറ്റു കൈ വാളും പിടിച്ചിട്ട് പറഞ്ഞു, കേശവ, ഇതാണ് എൻ്റെ തീരുമാനം. എൻ്റെ അച്ഛനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ എത്രത്തോളം കാലം ഈ രാജ്യം ഭരിക്കുന്നുവോ, ഞാൻ പാണ്ഡവർക്ക് ഈ ഭൂമിയിലെ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കത്തില്ല. ഹരേ കൃഷ്ണ. ദുര്യോധനൻ ഇരുന്നു. ദുര്യോധനൻ ഭഗവാൻ കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കർണൻ ഉടനെ സന്തോഷത്തോടുകൂടി കൈയെടുത്ത് ദുര്യോധന്റെ തോളെ തട്ടി. വിതുര രണ്ടുപേരുടെയും നോക്കിയിട്ട് തല ഇങ്ങനെ ആട്ടി. ഇവരെ ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ധൃതരാഷ്ട്രർക്ക് മാത്രമേ ഇനി ഈ ആപത്തിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയൂ. പക്ഷെ ധൃതരാഷ്ട്രർ എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ധൃതരാഷ്ട്ര ശാന്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകനെ നിർബന്ധിപ്പിച്ച് ഈ തീരുമാനത്തിന് വിധേയനാക്കണം. അതുകൊണ്ട് ശക്തിയാൽ തന്നെ അവനെ നിർബന്ധിക്കേണ്ടതായിട്ടുണ്ട്, അവനെ ബന്ദിയാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ധൃതരാഷ്ട്രർ ഞാനും ശാന്തി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് വിതുര ചിന്തിക്കാം. ദുര്യോധനൻ പറഞ്ഞതിനെ കുറിച്ച് ഭഗവാൻ കുറച്ചു നേരം മിണ്ടാതിരുന്ന് ആലോചിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, വീരയോദ്ധാക്കൾ എങ്ങനെയാണോ ശാന്തരായിട്ട് ഭൂമിയിൽ അനന്തകാലങ്ങളിലേക്ക് ഉറങ്ങുന്നത്, അതേപോലൊരു നിദ്ര നീയും ആഗ്രഹിക്കുന്നു. നീ വിഷമിക്കണ്ട, നീ അധികം താമസമില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ എന്നേക്കുമായിട്ട് നിനക്ക് വിശ്രമിക്കാനുള്ള അവസരം കിട്ടും. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, മൂടാ ദുര്യോധന, നീ പറയുന്നു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്.
പക്ഷെ എല്ലാവർക്കും ആ സത്യം അറിയാം. നിനക്കെപ്പോഴും പാണ്ഡവരോട് പകയും വിദ്വേഷവും അസൂയാണ്. നീ ശകുനിയുടെ സഹായത്തോടു കൂടി യുധിഷ്ഠിരനെ ചതിവിലൂടെയാണ് തോൽപ്പിച്ചത്. നീ അല്ലാതെ ആരെങ്കിലും സ്വന്തം സഹോദരന്റെ ഭാര്യയെ ഈ രീതിയിൽ അപമാനിക്കൂ? ദ്രൗപദി പതിവ്രതയാണ്, ഏറ്റവും ഉയർന്ന ഉന്നത കുലജാതയാണ്, ഉന്നത കുലത്തിൽ ജനിച്ചവളാണ്, അഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ചവളാണ്, സത്സ്വഭാവിയാണ്, പതിവ്രതയാണ്. പാണ്ഡവർക്ക് ജീവന് തുല്യം സ്നേഹമായിരുന്നു ദ്രൗപദിയെടുത്ത്. എന്നിട്ടും ഈ സഭയിൽ വെച്ച് നീ ദ്രൗപദിയെ അപമാനിച്ചില്ലേ? ഭഗവാൻ ഓർമ്മിപ്പിച്ചു ദുര്യോധനെ, ദുശാസനൻ എങ്ങനെയായിരുന്നു ആ പാവം ദ്രൗപദിയുടെ മുടി പിടിച്ച് വലിച്ചഴച്ച് ഈ സഭയിൽ കൊണ്ടുവന്നു. ഈ ചൂതുകളിക്ക് മുമ്പേ നിങ്ങൾ എത്ര പ്രാവശ്യം പാണ്ഡവരെ ദ്രോഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് നിരർത്ഥകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവാൻ വീണ്ടും പറഞ്ഞു, നീ സ്വമേധയാ അവരുടെ രാജ്യം തിരിച്ചു കൊടുത്തില്ല എങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. നിന്റെ കയ്യിൽ ഒന്നും അവശേഷിക്കത്തില്ല. നീ പാണ്ഡവർക്കെതിരെ ഒരുപാട് നീചപ്രവൃത്തികൾ ചെയ്തു. ഇപ്പോൾ നീ പറയുന്നു നീ ഒന്നും ചെയ്തിട്ടില്ല. നിന്നോട് എത്രയോ പ്രാവശ്യം ഈ മുതിർന്ന കൗരവർ എല്ലാവരും പറഞ്ഞു ശാന്തി സ്വീകരിക്കൂ, ശാന്തി സ്വീകരിക്കൂ എന്ന്. പക്ഷെ നീ അതെല്ലാം അവഗണിച്ചു. ശാന്തിയിലൂടെ മാത്രമേ എല്ലാവർക്കും പ്രയോജനമുള്ളൂ, നിനക്ക് പോലും. പക്ഷേ നിനക്ക് തീരെ ബുദ്ധിയില്ല എന്ന് നീ തെളിയിച്ചു. ഭഗവാൻ പറഞ്ഞത് ദുര്യോധന്റെ സഹോദരങ്ങൾക്ക് പോലും നന്നായിട്ട് ബോധിച്ചു എന്നുള്ളൂ. ദുശാസനൻ വരെ ശാന്തി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. കാരണം ഭീമൻ ദുശാസന്റെ ഹൃദയം പിളർന്ന് നെഞ്ചു കീറി ഹൃദയം പുറത്തെടുക്കൂന്ന് വരെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദുശാസനൻ പറഞ്ഞു, ആദ്യമായിട്ട് പറയാ ദുര്യോധനോട്, ജ്യേഷ്ഠ ദുര്യോധന, ദുശാസനൻ പറയുക, നിങ്ങൾ ശാന്തി ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ കൗരവരെല്ലാരും കൂടെ അങ്ങേ കെട്ടി നിങ്ങളെ യുധിഷ്ഠിരന്റെ മുമ്പിൽ ബന്ദിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വരെ ദുശാസനൻ പറഞ്ഞില്ല. ദുര്യോധന എഴുന്നേറ്റിട്ട് ദേഷ്യത്താൽ സഭയിൽ നിന്ന് ഇറങ്ങുകയാണ്. ദുര്യോധനോടൊപ്പം 100 സഹോദരന്മാരും എല്ലാ മന്ത്രിമാരും അവിടുന്ന് ഇറങ്ങി എന്നുള്ള. അവർ പോയതിനു ശേഷം ഭീഷ്മർ പറഞ്ഞു, ആരാണോ ധർമ്മത്തെയും ന്യായത്തെയും ക്രോധത്താൽ ബഹിഷ്കരിക്കുന്നത് അവർ വലിയ വലിയ ആപത്താകുന്ന സമുദ്രത്തിലേക്ക് മുങ്ങി താഴുന്നു. ഈ ദുര്യോധന ബുദ്ധിയുമില്ല, ഒരു കാര്യപ്രാപ്തിയില്ല. അവന് ക്രോധവും അത്യാഗ്രഹം മാത്രമേ ഉള്ളൂ. ജനാർദ്ദന, എനിക്കും തോന്നുന്നു ഈ ക്ഷത്രിയകുലം നശിക്കാൻ പോവുകയാണ്, ഇവനും ഇവന്റെ സഹോദരങ്ങളും മന്ത്രിമാരും കാരണം. ഭഗവാൻ കൃഷ്ണൻ ധൃതരാഷ്ട്രരെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇതിന് കാരണക്കാര് നിങ്ങളെല്ലാവരും തന്നെയാണ്. നിങ്ങൾ ദുര്യോധനെ തടയേണ്ടതായിരുന്നു ശക്തിയാൽ. ഇനിയെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്കറിയാം കംസൻ എന്താ ചെയ്തതെന്ന്. ഭോജവംശത്തിന്റെ രാജാവായ കംസൻ ഉഗ്രസേന മഹാരാജന്റെ ക്രൂരനായ പുത്രൻ. ബന്ധുക്കളെല്ലാവരും അവനെ തഴഞ്ഞു. അവസാനം ഞാൻ അവനെ വധിച്ചു. ആ ഒറ്റ പ്രവൃത്തിയിലൂടെ യദുകുലവും അന്തക വൃഷ്ണികുലവും എല്ലാവരും സന്തുഷ്ടരായി. ഭഗവാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവന്റെയും ശല്യം ഇതോടുകൂടി തീർക്കാം. കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഒരു വ്യക്തിയെ തഴയുന്നതാണ്. ഒരു കുലത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ത്യജിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു നഗരത്തിന് വേണ്ടി
ഒരു വംശത്തെ ത്യജിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ത്യജിക്കാം, എന്നിട്ട് ഭൂമിക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി ഭൂമിയെ തന്നെ ത്യജിക്കാം. ഇത്ര മനോഹരമായിട്ടുള്ള വാക്കുകൾ അല്ലേ? ഞാൻ ഒന്നും കൂടെ പറയാം. ഭഗവാൻ പറഞ്ഞ വാക്കിതാണ്: ഒരു കുലത്തെ രക്ഷിക്കാൻ ഒരു മനുഷ്യനെ ത്യജിക്കാം, ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുലത്തെ തന്നെ ത്യജിക്കാം, രാജ്യത്തിന് വേണ്ടി സമൂഹത്തെയും ത്യജിക്കാം, ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയെ തന്നെ ത്യജിക്കാം. അതുകൊണ്ട് ഭരതവംശത്തിൽ പിറന്ന നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ദുര്യോധനെ ബന്ദിയാക്കുക, കർണനെയും ശകുനെയും ദുശാസനെയും, എന്നിട്ട് പാണ്ഡവരുമായിട്ട് ഒത്തുതീർപ്പിലെത്തുക. ഇതിലൂടെ എല്ലാ ക്ഷത്രിയരും രക്ഷപ്പെടുന്നതായിരിക്കും. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ കൂടുതൽ അസ്വസ്ഥനായി. ദുര്യോധന്റെ ജനനം മുതലേ എല്ലാവരും പറയുമായിരുന്നു, ദുര്യോധനെ ത്യജിക്കൂ, ദുര്യോധനെ ത്യജിക്കൂന്ന്. പക്ഷെ ധൃതരാഷ്ട്രം ഒരിക്കലും കേട്ടിട്ടില്ല. അതിൻ്റെ പരിണാമ ഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രം ഒരുപാട് ആസക്തനാണ് ഈ മകനോട്. ആ ആസക്തി വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ ശക്തമായിക്കൊണ്ടേയിരുന്നു. ആ ബലഹീനതയെ ദുര്യോധൻ നന്നായിട്ട് ഉപയോഗിച്ചു, അവഗണിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങളെയൊക്കെ. അതുകൊണ്ട് ദുര്യോധനെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ബന്ദിയെങ്കിലും ആക്കണം. ഭഗവാൻ കൃഷ്ണൻ ഇപ്പോൾ അത് തന്നെയായിരുന്നു പറയുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് ആ ഒരു നടപടി എടുക്കുക? ഗാന്ധാരിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഗാന്ധാരി പറയുന്നെങ്കിലും ദുര്യോധൻ കേൾക്കുമെന്ന് ധൃതരാഷ്ട്രർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ഗാന്ധാരിയെ കൊണ്ടുവരാൻ. അന്നേരം വിതുരയോട് പറഞ്ഞു, വിതുര, അങ്ങ് പോയി ഗാന്ധാരിയെ കൊണ്ടുവരൂ, എന്നിട്ട് എൻ്റെ മകനോട് പറയൂ സഭയിലേക്ക് തിരിച്ചു വരാൻ. ചിലപ്പോൾ ഗാന്ധാരി പറയുന്നതിലൂടെയെങ്കിലും അവൻ്റെ മനസ്സ് മാറട്ടെ. വിതുരർ പോയി. ആ സമയത്ത് ഗാന്ധാരി അവിടെ എത്തി. അവിടെ ഒരു ആസനത്തിൽ ഇരുന്നിട്ട് ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഗാന്ധാരി പറഞ്ഞു, അങ്ങയുടെ മകൻ കാമത്താലും അത്യാഗ്രഹത്താലും അന്ധനാണ്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവൻ ഈ രാജ്യം അധികാരമൊക്കെ ലഭിച്ചത്. അവ ഒരിക്കലും ഇതൊന്നും അർഹിക്കുന്നില്ല. അങ്ങേക്ക് നന്നായിട്ട് അറിയാം അവ എത്രത്തോളം ഭാവിയാണ്. പക്ഷെ എന്നിട്ടും അങ്ങേക്ക് അത് അവനോടുള്ള ആസക്തി പോകുന്നില്ല. അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങ് തന്നെയാണ്. ഇനി ദുര്യോധനെ തടയാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഗാന്ധാരി പറഞ്ഞു തീർന്നതും ദുര്യോധൻ തിരിച്ചെത്തി. ക്രോധത്താൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് തലകുനിച്ചു, എന്നിട്ട് ഇരുന്നു. അവൻ തുടർച്ചയായിട്ട് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ണൊക്കെ ചുമന്നു. ഗാന്ധാരി പറഞ്ഞു, മോനെ, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. പാണ്ഡവരുമായിട്ട് ഒത്തുതീർപ്പിലേക്ക് എത്തൂ. മുതിർന്നവർ പറയുന്ന കേൾക്കൂ എൻ്റെ മോനെ. ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകൂ. നിനക്ക് ഈ ഭൂമി ഭരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം നിന്റെ ഉള്ളിൽ ഒരുപാട് അത്യാഗ്രഹവും ക്രോധവുമുണ്ട്. പക്ഷെ ഈ ക്രോധത്തെയും അത്യാഗ്രഹത്തെയും നീ നിയന്ത്രിക്കുകയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ വിജയിക്കും. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലായ വ്യക്തികൾക്ക് ഒരിക്കലും ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. എത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത വ്യക്തിക്ക്, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ആദ്യം നിന്നെ നിയന്ത്രിക്കൂ.
എന്നിട്ട് നീ ഈ ഭൂമിയെ കീഴടക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് സാധ്യമല്ല. ഇന്ദ്രിയങ്ങൾ അനിയന്ത്രിതമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ മരണത്തിലേക്ക് തന്നെ എത്തിക്കും. അതായത് രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ആ കുതിരകൾ ആ സാരഥിയുടെ മരണത്തിൽ വരെ എത്തിക്കും. അതേപോലെയാണ്. അതുകൊണ്ട് ഒരു രാജാവിന് സമ്പത്ത് ലഭിക്കുന്നത് ആ വ്യക്തി അദ്ദേഹത്തിന്റെ രജോ ഗുണത്തെയും എല്ലാവിധ ദുരാഗ്രഹങ്ങളെയും എല്ലാം നിയന്ത്രിക്കുമ്പോഴാണ്. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദുസ്വഭാവികളും ദുരാചാരികളെ നിയന്ത്രിക്കാനും അവരെ ശിക്ഷിക്കാനും ഉള്ള ചങ്കുറപ്പ് വരും. പക്ഷെ ആരാണോ അവരുടെ ആഗ്രഹത്തിലും ക്രോധത്തിലും അടിമയായിട്ട് ജീവിക്കുന്നത്, അവസാനം അവർക്കെല്ലാം നഷ്ടപ്പെടും. അവർക്ക് സ്വർഗം പോലും ലഭിക്കത്തില്ല. അതുകൊണ്ട് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ. ഇതാണ് നിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു. ഗാന്ധാരി സ്വന്തം സാക്ഷാത്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. പാണ്ഡവരുടെ വനവാസം മുതലേ ഒരുപാട് തപസ്സുകൾ ഗാന്ധാരി അനുഷ്ഠിക്കുകയായിരുന്നു. കാരണം ഒരുപാട് കുറ്റബോധത്തിലായിരുന്നു ഗാന്ധാരി. കൗരവരെല്ലാവരും കൂടെ ചേർന്ന് ദ്രൗപദി അപമാനിച്ചു. അതുകൊണ്ട് ഗാന്ധാരി ദേവി മിക്ക ദിവസങ്ങളിലും ഉപവാസവും തുടർച്ചയായിട്ട് യജ്ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് മകന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും എല്ലാം വെറുതെയായി എന്നുള്ള അവസ്ഥയിലാണ്. ദുര്യോധന്റെ ഹൃദയം അത്യാഗ്രഹത്തിലും അസൂയയിലും മുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അവന് സ്വയം മനസ്സിലാവുന്നില്ല ഉള്ളിൽ നടക്കുന്ന ഈ ദുഷ്സ്വഭാവങ്ങളൊക്കെ. വീണ്ടും ഗാന്ധാരി പറഞ്ഞു, പാണ്ഡവരുടെ എത്രത്തോളം മനോനിയന്ത്രണമോ ആത്മനിയന്ത്രണമോ ഉള്ളവരാണ്, ധർമ്മിഷ്ഠരാണ്. അവരുടെ കൂട്ടത്തിൽ നീ ജീവിക്കൂ. അതിലൂടെ നിനക്ക് ഈ ഭൂമിയിൽ കുറെ കാലം ജീവിക്കാം. അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? ഇവിടെ ആരാ നിൽക്കുന്നതെന്ന് നീ കണ്ടോ? സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ. മഹാകാര്യങ്ങളൊക്കെ വലിയ വലിയ ശക്തന്മാർ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭഗവാൻ നിഷ്പ്രയാസമാണ് ചെയ്യുന്നത്. എല്ലാ രാജാക്കന്മാരെ ഒറ്റ നിമിഷം കൊണ്ട് കൊല്ലാൻ അദ്ദേഹത്തിന് കഴിയും. അന്നേരം അതേ കൃഷ്ണൻ തന്നെ അർജുനുമായിട്ട് കൂട്ടുകൂടി നിൽക്കുമ്പോൾ നിനക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇത് വീണ്ടും വീണ്ടും നീ കേട്ട കാര്യമല്ലേ? പക്ഷേ സ്വന്തം ഹിതചിന്തകർ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയാകുമ്പോൾ അതെല്ലാം ദുഃഖത്തിന് കാരണമാവും, ശത്രുക്കളുടെ സന്തോഷത്തിനും കാരണമാവും. മകനെ, നിന്റെ അച്ഛൻ പാണ്ഡവർക്ക് അവരുടെ വിഹിതം കൊടുത്തത് ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. നീ അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരായിരുന്നു ഈ രാജ്യം പോലും ഭരിക്കേണ്ടവർ. അന്നേരം പകുതി രാജ്യത്തിൽ നീ സന്തോഷിച്ചിരിക്കൂ. പാണ്ഡവരുമായിട്ട് ഒരു ശത്രുതയിലൂടെ സ്വന്തം നാശത്തിനുള്ള വിത്ത് വിതയ്ക്കരുത്. ഈ 13 വർഷത്തിനുള്ളിൽ അവർ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അർഹിക്കുന്നത് അവർക്ക് തിരിച്ചു കൊടുക്കും. ഈ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കും. ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, ഭീമസേനൻ, ധനഞ്ജയൻ, ദൃഷ്ടദ്യുമ്നൻ ഇവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും നശിക്കും. അതുകൊണ്ട് നിന്റെ അത്യാഗ്രഹം ത്യജിക്കൂ, നിന്റെ ബുദ്ധി ഉപയോഗിക്കൂ. ഇതാണ് എൻ്റെ ഉപദേശം. ദുര്യോധന കൂടുതൽ ദേഷ്യമായി. ഇതൊക്കെ ദുര്യോധൻ ഇതിനകം കേട്ട കാര്യങ്ങളാണ്. എല്ലാവരും പാണ്ഡവരെ തന്നെ സ്തുതിക്കുകയാണ്. എല്ലാവരും ദുര്യോധനെ തന്നെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവരെ എല്ലാം ബോധ്യപ്പെടുത്താൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ദുര്യോധന ചിന്തിക്കുകയാണ്. അമ്മ പറയുന്ന എല്ലാം കേട്ടു എന്ന് ഉറപ്പായപ്പം ദുര്യോധൻ വീണ്ടും സഭയിൽ നിന്ന് പോവുകയാണ്. ഇനി എന്തായാലും പ്രവർത്തിക്കുക തന്നെ എന്ന് വിചാരിച്ചു. ദുര്യോധൻ നേരെ ദുശാസന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ദുശാസന്റെ സഹോദരൻ ദുശാസനൻ കർണനും ശകുനിയായിട്ടിരിക്കുകയായിരുന്നു.
തുട അടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു കൃഷ്ണൻ എല്ലാവരുടെയും മനസ്സ് പാണ്ഡവരിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. കൃഷ്ണൻ ധൃതരാഷ്ട്രരെ നിർബന്ധിക്കുകയാണ് നമ്മളെ എല്ലാവരെയും ബന്ദിയാക്കാൻ. എനിക്ക് ഒരുപാട് ഭയം തോന്നുന്നു, എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, ഒരുപാട് സംഭ്രമത്തിലും ആവുകയാണ്. കാരണം കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി കൃഷ്ണൻ പറയുന്ന പ്രകാരം എല്ലാവരും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയ ആപത്താണ്. ദുര്യോധനൻ ദുശാസനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വരെ മനസ്സ് കൃഷ്ണൻ മാറ്റിക്കഴിഞ്ഞു. ദുശാസൻ അത് കേട്ടപ്പോൾ വലിയ ഒരു നാണക്കേട് തോന്നി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃഷ്ണനെ നമുക്ക് ബന്ദിയാക്കണം. സാക്ഷാൽ വിഷ്ണു എങ്ങനെയാണോ മഹാബലിയെ ബന്ദിയാക്കിയത്, അതേപോലെ കൃഷ്ണനെ നമ്മൾ ബന്ദിയാക്കണം. ശിവന് മനസ്സിലാവുന്നില്ല, അതേ വിഷ്ണു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും കൃഷ്ണനെ നമ്മൾ ബന്ദിയാക്കിയെന്ന് അറിയുമ്പോൾ പാണ്ഡവർക്ക് അവരുടെ ഉത്സാഹം എല്ലാം നഷ്ടപ്പെടും. യുദ്ധത്തിനായിട്ടുള്ള പത്തി പൊട്ടിയ പാമ്പുകളെ പോലെ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ, അല്ലെങ്കിൽ ആ വൃദ്ധനായിട്ടുള്ള എൻ്റെ അച്ഛൻ എല്ലാം എടുത്ത് ഇപ്പം പാണ്ഡവർക്ക് കൊടുക്കും. ദുശാസൻ ഉടനെ സമ്മതിച്ചു, ശകുനി സമ്മതിച്ചു. പക്ഷെ കർണൻ ഇപ്പോഴും ഉറപ്പില്ലായിരുന്നു. കർണൻ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല കേട്ടോ കേശവനെ നമുക്ക് ബന്ദിയാക്കാൻ പറ്റുമെന്ന്. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആളിനെ ബന്ദിയാക്കാൻ പറ്റുമെന്ന്. കാരണം ദുര്യോധനെ പോലെ കർണന് കൃഷ്ണനോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. കർണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മഹായോദ്ധാവാണ്. കാരണം കൃഷ്ണൻ എത്രയോ വലിയ വലിയ യോദ്ധാക്കളെ കൊന്നിരിക്കുന്നു. എന്നിട്ട് ഋഷിമാരുടെ അഭിപ്രായ പ്രകാരം സാക്ഷാൽ ഭഗവാനാണ്. അത് ഏകദേശം സത്യമാണെന്ന് കർണനും തോന്നിയിട്ടുണ്ട്. പക്ഷെ ദുര്യോധനോടുള്ള സൗഹൃദം കാരണം അതിന് കൂട്ടുവയ്ക്കുകയാണ്. പക്ഷേ കർണന് ഒട്ടും വിശ്വാസമില്ല കൃഷ്ണനെ ബന്ദിയാക്കാൻ പറ്റുമെന്ന്. ദുര്യോധനൻ പറഞ്ഞു, കളിയാക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണന് നമ്മൾ ഒട്ടും പ്രതീക്ഷ കാണത്തില്ല നമ്മൾ ബന്ദിയാക്കുമെന്ന്. കൃഷ്ണൻ ആയുധങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ടും നിൽക്കുന്നില്ല. അതുകൊണ്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് ബന്ദിയാക്കാൻ പറ്റും. എന്താ നടക്കുന്നതെന്ന് കൃഷ്ണന് മനസ്സിലാവുന്നതിന് മുമ്പേ നമ്മൾ ആളിനെ ബന്ദിയാക്കണം. യശോദാമ്മ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് അവസാനം കൃഷ്ണൻ തന്നെ സംഭവിച്ചപ്പോഴാണ് യശോദാമ്മ കെട്ടിയത് ഭഗവാനെ. കുട്ടിക്കാലം പോലെ ഓട്ടത്തിൽ വിദഗ്ധനാണ്. ഗോപികമാർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഭഗവാന്റെ ട്രാക്ക് റെക്കോർഡൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നല്ലേ, പാവം ദുര്യോധനൻ. എത്ര യോഗികൾ വർഷങ്ങളായിട്ട് തപസ് ചെയ്തിട്ട് കൃഷ്ണനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഇത് നമുക്ക് നിർത്താം, ഉച്ചയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? എന്ത് പറയുന്നു? ബാക്കി നമുക്ക് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യാം അല്ലേ? നിങ്ങളെല്ലാവരും ടയർഡായിട്ടിരിക്കുമല്ലേ? 1.5 മണിക്കൂർ കേട്ട് നിങ്ങൾ ആകെ ടയർഡായിട്ടിരിക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യാം ബാക്കി. എന്ത് പറയുന്നു? കമൻസിലിടൂ.
തുടരണമെങ്കിൽ എല്ലാരും കമന്റ്സിൽ രാധേ രാധേ എന്ന് പറയണം. പിന്നെ പാണ്ഡവ് ഭക്തവൃന്ദയ്ക്ക് ജയ എന്നും കൂടെ ടൈപ്പ് ചെയ്യണം, എങ്കിൽ ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ സഭയിൽ ഭഗവാന്റെ കൂട്ടുകാരനും ഭഗവാന്റെ സേനാപതിയായ സാത്വികി ദുര്യോധനെ വളരെ സൂക്ഷിച്ച് നോക്കുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നു. സാത്വികി നോക്കിയപ്പോൾ ദുര്യോധൻ പോയപ്പോൾ അവന്റെ കൂട്ടത്തിൽ പല മുതിർന്ന കൗരവരും പോയിരുന്നു. അതായത് കർണനും ശകുനിയും അവരൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ദുര്യോധൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സാത്വികി മനസ്സിലായി. സാത്വികി പറഞ്ഞു, സാത്വികിക്ക് അറിയായിരുന്നു ദുര്യോധനാദികളുടെ ഉദ്ദേശം എന്താണ്. അതുകൊണ്ട് മെല്ലെ ഭഗവാന്റെ ചെവിയുടെ അടുത്തോട്ട് വന്നിട്ട് സാത്വികയുടെ ഒരു ഭാഗ്യമല്ലേ, ഭഗവാന്റെ ചെവിയുടെ അടുത്തോട്ട് വന്നിട്ട് രഹസ്യമായിട്ട് പറയുന്നു, കൃഷ്ണ, എനിക്ക് തോന്നുന്നു ദുര്യോധൻ അങ്ങയെ ബന്ദിയാക്കാൻ പോവുകയാണ്. അവൻ കുറെ യോദ്ധാക്കളെയും കൊണ്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയുടെ ജീവൻ എടുക്കാനുള്ള പ്ലാനാണെന്ന്. അവൻ എല്ലാം ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട സുഹൃത്തെ, ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും ഒന്നിച്ച് വിചാരിച്ചാൽ പോലും എന്നെ ബന്ദിയാക്കാൻ കഴിയില്ല. ധൃതരാഷ്ട്രോട് അത് പറയൂ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. സാത്വികി ഉടനെ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ധൃതരാഷ്ട്രയുടെ അങ്ങയുടെ മകന്റെ എല്ലാ ബുദ്ധിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവനിപ്പോൾ മാധവനെ ബന്ദിയാക്കാൻ നോക്കുകയാണ്. അവനും അവന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും അത്യാഗ്രഹത്താലും ക്രോധത്താലും അന്ധരായിരിക്കുകയാണ്. ഏറ്റവും വലിയ പാപത്തിലേക്കാണ് അവർ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഒരു കുട്ടി തീയെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. വിതുരർക്കും അത് ബോധ്യപ്പെട്ടു. വിതുരർ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ മകന്റെ സമയം അടുത്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അവൻ അത് ഒരിക്കലും ചെയ്യാനും കഴിയത്തില്ല. അന്നേരം എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭഗവാൻ കൃഷ്ണനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞ തീയിലേക്ക് എടുത്ത് ചാടുന്നതിന് തുല്യാണ്. എല്ലാവരും യമപുരിയിലേക്ക് അയക്കും. ഉടനെ ഭഗവാൻ പറഞ്ഞു, അവര് ശ്രമിക്കട്ടെ, ഇതിലൂടെ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ, വിഷമിക്കണ്ട. പക്ഷെ വിഷമിക്കണ്ട, ഞാനും ആരെയും കൊല്ലത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് അവരെ എല്ലാം ഇപ്പം തന്നെ തീർക്കാൻ പറ്റും, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യത്തില്ലെന്ന്. കാരണം അവരുടെ പാപത്താൽ അവർ മരിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരന്റെ സമ്പത്ത് അവർ അപഹരിച്ചു. അതിലൂടെ അവരുടെ എല്ലാ പുണ്യവും ക്ഷയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ നാശം അധികം ദൂരെയല്ല. ദുര്യോധന ഇഷ്ടമുള്ളത് അവൻ ചെയ്തു നോക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞത് നിർത്തിയപ്പോൾ ധൃതരാഷ്ട്രയുടെ ശബ്ദം മുഴങ്ങി, എന്റെ ആ മണ്ടനായ പുത്രൻ എവിടെ? അവനെ ഇപ്പം തന്നെ കൊണ്ടുവരൂ. അവന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവരൂ. അവനെ എങ്ങനെയെങ്കിലും ഞാൻ ധർമ്മത്തിൽ കൊണ്ടുവരട്ടെ എന്ന്. വീണ്ടും ദുര്യോധനെ സഭയിൽ കൊണ്ടുവന്നു. ദുര്യോധന്റെ കൂട്ടത്തിൽ കർണനും ദുശാസനും ഉണ്ടായിരുന്നു. വീണ്ടും സഭയിൽ വന്നിരുന്നു. ധൃതരാഷ്ട്രർ ദേഷ്യം കൊണ്ട് വിറച്ചു. നിന്റെ ഉള്ളിൽ മനുഷ്യത്വം ഇല്ലേ? നീ ഇത്രയും വലിയ പാപി എങ്ങനെ ആയതാണ്? വെറും കുറച്ച് ഒരു യോഗ്യതയും ഒരു ബലം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ വാചകവാടി കേട്ടിട്ട് നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നിനക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ആരുടെയും ചിന്തകൾക്ക് പോലും അപ്പുറത്താണ് മാധവൻ. ഒരു കൊച്ചുകുട്ടി ചന്ദ്രനെ പിടിക്കാൻ പോകുന്നത് പോലെയാണ് നീ കൃഷ്ണനെ പിടിക്കാൻ ശ്രമിക്കുന്നത്.
ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്നെന്നും നിന്നെ കുറ്റപ്പെടുത്തും. നീ എത്ര ശ്രമിച്ചാലും അത് നടക്കത്തില്ല. അത് വേറെ കാര്യം. ദേവന്മാർക്ക് പോലും കേശവനെ ബന്ദിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിന്റെ ഈ മണ്ടത്തരങ്ങളൊക്കെ നിർത്തൂ. ഒരു ബോധത്തോടു കൂടി ചിന്തിക്കാൻ ശ്രമിക്കുന്നു. ദുര്യോധൻ വീണ്ടും വീണ്ടും ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് ദുര്യോധന്റെ സൈനികരോട് പറഞ്ഞിരിക്കുക, കൃഷ്ണൻ എഴുന്നേറ്റ് അവിടുന്ന് പോകുന്ന ആ സമയത്ത് തന്നെ പിടിച്ചോളാൻ പറഞ്ഞു. ഭക്തരെ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെയാണ്. അന്നേരം ദുര്യോധൻ ചിന്തിക്കുകയാണ്, എല്ലാവർക്കും യാദവനെ ഭയമായിരിക്കും, പക്ഷെ എനിക്ക് ഭയമൊന്നും ഇല്ല. എന്നിട്ട് ദുര്യോധൻ കൃഷ്ണനെ ഒന്ന് നോക്കി, കൃഷ്ണന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടോന്ന്. അപ്പോഴും ഭഗവാൻ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ എല്ലാവരും അറിയാൻ പോവുകയാണ് കൃഷ്ണൻ ആരാണെന്ന്. വിതുരർ അപ്പോഴും ഓർത്തു, കൗരവർ എങ്ങനെയാണ് ദ്രൗപദി അപമാനിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതേപോലെ വീണ്ടും കൃഷ്ണനെ അപമാനിക്കുകയാണോ എന്ന് ഓർത്ത് വിതുരർക്ക് വലിയ വിഷമം തോന്നി. അതുകൊണ്ട് അവസാന നിമിഷം ഒരു ശ്രമം നടത്തിയാണ് ദുര്യോധനെ പിന്തിരിപ്പിക്കാനായിട്ട്. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ ദുര്യോധന, എത്ര വലിയ വലിയ മഹാ അസുരന്മാര് കൃഷ്ണനെ കൊല്ലാൻ നോക്കി, അവരെല്ലാം യമപുരിയിലേക്ക് പോയി. വലിയ നരകാസുരൻ, സാക്ഷാൽ ഭൂമിദേവിയുടെ പുത്രൻ, 1000 വർഷങ്ങളോളം ജീവിച്ചിരുന്ന അവനെയും അവന്റെ സൈനികരെയും ഭഗവാൻ ഒറ്റയ്ക്കാണ് കൊന്നത്. അവിടെ വെച്ച് തന്നെ ഭഗവാൻ മുരൻ എന്ന അസുരനെയും കൊന്നു, 5 തലയുള്ള മുരനെ. അതുകൊണ്ട് ഭഗവാന്റെ പേര് മുരാരി എന്നായി. ദേവന്മാരുടെ ഹൃദയത്തിൽ പോലും ഭയം സൃഷ്ടിക്കുന്ന ആളായിരുന്നു മുരാൻ. കൃഷ്ണ മുരാരി, ശ്രീകൃഷ്ണ മുരാരി. അതുകൊണ്ട് ആ വലിയ മുരൻ എന്ന അസുരനെ പോലും വധിച്ച ആളാണ് കൃഷ്ണൻ. എന്തിനേറെ പറയുന്നു, വെറും കൈക്കുഞ്ഞായിരുന്ന സമയത്ത് പൂതനെ കൊന്നു, അരിഷ്ടാസുരനെ കൊന്നു, ധേനുകാസുരനെ കൊന്നു. 7 വയസ്സുള്ളപ്പം ഗോവർദ്ധന പർവ്വതം ഉയർത്തി ഒരു ചെറിയ കൈ. അങ്ങനെ വിതുരർ ഓരോരോ അസുരന്മാരുടെ പേരുകളും പറഞ്ഞു. ഭഗവാൻ കൊന്ന അസുരന്മാരും രാജാക്കന്മാരും. എന്നിട്ട് അവസാനം വിതുരർ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് കൃഷ്ണൻ. സർവകാരണകാരകനാണ്. എല്ലാ ശക്തിയും എല്ലാ ഐശ്വര്യവും അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ എന്തും വളരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. ദുര്യോധന, നിനക്ക് ഗോവിന്ദൻ ആരാണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ശക്തികൾക്ക് ഒരു പരിമിതിയില്ല. ആ ശക്തികൾ നിന്നെ ഭസ്മമാക്കും. അതുകൊണ്ട് കൃഷ്ണനെ ബന്ദിയാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ദുര്യോധനെ നോക്കിയിട്ട് പറഞ്ഞു, ദുര്യോധന, നിന്റെ മണ്ടത്തരം കൊണ്ടാണ് നീ ചിന്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്. നിന്റെ പരിമിതമായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിയൂ. എന്നിട്ട് പറഞ്ഞിട്ട് ഭഗവാൻ പറയാ, ഇവിടെ തന്നെ പാണ്ഡവരുണ്ട്, വൃഷ്ണികളുണ്ട്, അന്ധക ഭോജ വംശത്തിൽ എല്ലാവരും ഉണ്ട്. ദേവന്മാരും ആദിത്യന്മാരും രുദ്രന്മാരും വസുക്കളും എല്ലാ ഋഷികളും ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഭഗവാൻ പറയാണ്. ഇതും കൂടെ കേട്ടപ്പോൾ ദുര്യോധന ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ബന്ദിയാക്കൂ ഈ കാലിച്ചക്കനെ. ഉടൻ തന്നെ എല്ലാ പടയാളികളും എല്ലാ സഭയിലെ പല പല ഭാഗത്തിൽ നിന്ന് ഓടിയെത്തി എന്നുള്ള വാളും വില്ലും അസ്ത്രങ്ങളും എല്ലാം പിടിച്ചുകൊണ്ട് ഭഗവാനെ ചുറ്റി വളഞ്ഞു എന്നുള്ളതാണ്. ഭഗവാൻ ചിരിയോടെ ഭഗവാൻ അട്ടഹസിച്ചിരിക്കുകയായിരുന്നു. ആ ചിരിക്കുന്നതിനനുസരിച്ച് ഭഗവാന്റെ ദേഹത്ത് നിന്ന് ഒരു പ്രത്യേകതര തേജസ് ഇങ്ങനെ നിർഗളിച്ചു എന്നാണ്. ഭഗവാൻ ആ സഭയിൽ വളരാൻ തുടങ്ങി.
ഭഗവാന്റെ ഉള്ളിൽ നിന്നും അസംഖ്യം ദേവന്മാർ പുറത്തു വന്നു. ബ്രഹ്മദേവൻ വന്നു നെറ്റിയിൽ നിന്നും, മഹാദേവൻ വക്ഷസ്ഥലത്തിൽ നിന്നും, അഷ്ടദിക് പാലകന്മാർ, ലോകപാലകന്മാരെല്ലാവരും കയ്യിൽ നിന്നും, അഗ്നി ഭഗവാന്റെ വായിൽ നിന്നും, ദേവേന്ദ്രൻ, മരുത്തുക്കൾ, ഗന്ധർവന്മാര്, യക്ഷന്മാര്, രാക്ഷസന്മാര്, അവരെല്ലാവരും ഭഗവാനിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ 2 കണ്ണുകളിൽ നിന്നും ബലരാമനും അർജുനും വന്നു. ബലരാമനും അർജുനും ഭഗവാന്റെ ഇടതും വലതുമായിട്ട് നിൽക്കുകയാണ്. ഭഗവാന്റെ പുറകിൽ യുധിഷ്ഠിരൻ നിൽക്കുന്നു, ഭീമസേന നിൽക്കുന്നു, അശ്വിനി കുമാരന്മാര് നിൽക്കുന്നു. അതിന്റെ പുറകിൽ വൃഷ്ണി കുലത്തിലുള്ള എല്ലാവരും, അന്തക കുലത്തിലുള്ള എല്ലാവരും, പ്രദ്യുമ്നൻ നിൽക്കുന്നു. ഭഗവാന്റെ ഗദ, കൗമോദകി ഗദ വ്യക്തിരൂപത്തിൽ വന്ന് നിൽക്കുന്നു. ഭഗവാന്റെ സുദർശന ചക്രം വ്യക്തിരൂപത്തിൽ വന്ന് നിൽക്കുന്നു. ഭഗവാന്റെ എല്ലാ ആയുധങ്ങളും, ശാരംഗം എന്ന് പറയുന്ന വില്ലും, എല്ലാവരും പ്രത്യേകം വന്ന് നിൽക്കുകയാണ്. ഭഗവാന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും പ്രത്യേകതരം തേജസ്, സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യരശ്മിയെ പോലെ ആരുടെയും കണ്ണടപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകതരം തേജസ് ഭഗവാന്റെ ഓരോ രോമകൂപത്തിൽ നിന്ന് നിർഗളിക്കുകയായിരുന്നു. അഗ്നിയും പുകയും ഭഗവാന്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച വളരെ ഭയാനകമായിരുന്നു. ആ കാഴ്ച കാണാൻ ആർക്കും ശക്തിയില്ലാതെയായി. സഭയിലിരിക്കുന്ന എല്ലാവരും കണ്ണടച്ചു. ഭീഷ്മർ, ദ്രോണർ, വിതുരർ, സഞ്ജയൻ, ഇവർക്ക് മാത്രമേ ഭഗവാനെ നേർക്കുനേർ നോക്കാൻ പറ്റിയുള്ളൂ. ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപം കാണിക്കുകയാണ്. ഋഷിമാരെല്ലാവരും അത്ഭുതത്തോടുകൂടി ഭഗവാനെ നോക്കുകയാണ്. അവരെല്ലാവരും കൈകൂപ്പി ഭഗവാനെ സ്തുതിക്കുകയാണ്. ദേവലോകത്തു നിന്നും ഗന്ധർവന്മാരെല്ലാവരും അവരവരുടെ സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ധൃതരാഷ്ട്രർക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രർക്ക് വർണ്ണിച്ചു കൊടുത്തപ്പോൾ ധൃതരാഷ്ട്രർ ഭഗവാനോട് പറയാ, കൃഷ്ണ, അങ്ങ് എന്നും ഈ ലോകത്തിന്റെ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കണ്ണു തരൂ, അങ്ങയുടെ ആ സുന്ദര രൂപം കാണാൻ വേണ്ടി. യാദവ നായക, യദുകുല നായക, എനിക്ക് അങ്ങയെ കാണാൻ ആഗ്രഹം തോന്നുന്നു. ഇത് പ്രാർത്ഥിച്ച ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, അങ്ങേക്ക് ആ ദിവ്യദൃഷ്ടി കിട്ടട്ടെ എന്ന്. ഉടൻ തന്നെ ധൃതരാഷ്ട്രർ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്ന ഒരേ ഒരു കാഴ്ച, ധൃതരാഷ്ട്രർ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒറ്റ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാപകർമ്മങ്ങളും തീർന്നു എന്നുള്ള. ഉടൻ തന്നെ ധൃതരാഷ്ട്രർ കണ്ടു ഭഗവാൻ ആ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട്. അസംഖ്യം ദേവന്മാര് ഭഗവാന്റെ മുമ്പിൽ നിന്നും ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട്. പല പല വേദമന്ത്രങ്ങൾ ഉരുവിട്ടുമുണ്ട്. ഇതേ സമയത്ത് സഭയുടെ പുറത്ത് വലിയൊരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഭൂമിയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി, സമുദ്രങ്ങളെല്ലാം ഇളകാൻ തുടങ്ങി, ആ സഭ മൊത്തം വിറയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഭഗവാന്റെ
ആ ശ്യാമസുന്ദര രൂപത്തിലേക്ക് തിരിച്ചുപോയി. എല്ലാ ഋഷിമാരോടും അനുവാദം ചോദിച്ചിട്ട് ഭഗവാൻ അവിടുന്ന് യാത്രയാകുന്നു. സാത്വികയുടെയും കൃതവർമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് നാരദ മഹർഷി എഴുന്നേറ്റു അവിടെ നിന്നും അപ്രത്യക്ഷനായി. അവരെല്ലാം അത്ഭുതത്തോടെ ഇപ്പോഴും ഓർക്കുകയാണ് ഭഗവാൻ കാണിച്ച രൂപം. വീണ്ടും ധൃതരാഷ്ട്രർ അന്ധനായി. എന്നിട്ട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലേക്കായി. ഭഗവാൻ ഇറങ്ങിയ സമയത്ത് കൗരവരെല്ലാവരും ഭഗവാനെ പിന്തുടർന്നു. ദേവന്മാരെങ്ങനെയാണോ ദേവേന്ദ്രന്റെ പുറകെ പോകുന്നത്, അതേപോലെ ദുര്യോധന്റെ കൂട്ടത്തിലുള്ളവർ മാത്രം അവിടെ ഇരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല ആ നിമിഷം കൊണ്ട് എന്താണ് നടന്നതെന്ന്. അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റിയില്ല, ഒന്നും സംസാരിക്കാനും പോലും പറ്റിയില്ല. ഭഗവാനെ ബന്ദിയാക്കുന്നത് പോയിട്ട് ഒന്ന് നോക്കാൻ പോലും പറ്റിയില്ല. ഇതേ സമയത്ത് സഭയ്ക്ക് പുറത്തുമുള്ള എല്ലാ ദുർനിമിത്തങ്ങളും പ്രകൃതിക്ഷോഭം എല്ലാം ശാന്തമായി. വളരെ സുന്ദരമായിട്ടുള്ളൊരു കാറ്റ് വീശാൻ തുടങ്ങി. ഭഗവാൻ രഥത്തിൽ കയറി യാത്രയാവുകയാണ്. ആ സമയം കൊണ്ട് ധൃതരാഷ്ട്രർ പുറത്തു വരികയാണ്. വിതുരരും. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങേക്ക് അറിയാലോ ജനാർദ്ദന, എനിക്ക് എൻ്റെ മക്കളുടെ മേൽ ഒരു നിയന്ത്രണമില്ല. അങ്ങ് എല്ലാം നേരിട്ട് കണ്ടില്ലേ? അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. എന്നെ കുറ്റപ്പെടുത്തരുതേ കേശവ. ഞാൻ ശാന്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരിക്കലും പാണ്ഡവരെ ചതിക്കണമെന്നുള്ള ഒരാഗ്രഹമില്ല. അങ്ങ് കേട്ടില്ല ഞാൻ ദുര്യോധനോട് പറയുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ശ്രമിച്ചു കേശവ. അപ്പം ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയാം? ഭഗവാൻ ധൃതരാഷ്ട്രരെ നോക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മരെയും ദ്രോണരെയും വിതുരരെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളും എല്ലാം കണ്ടല്ലോ. ആ സംസ്കാരമില്ലാത്തവൻ എങ്ങനെയാണ് സഭ വിട്ടു പോയതെന്നും അവന്റെ നന്മയ്ക്ക് വേണ്ടി കൊടുത്ത ഉപദേശങ്ങളെ അവൻ അവഗണിച്ചതും, ഇനി ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ധൃതരാഷ്ട്രം തന്നെ പറയുന്നു അദ്ദേഹം അശക്തനാണ്. ഇനി ഞാൻ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഭഗവാൻ സാത്വികയോടൊത്ത് കൃതവർമ്മയോടൊത്ത് രഥത്തിലിരുന്ന് ദാരുകൻ അതിവേഗതയിൽ രഥം മുന്നോട്ട് നയിക്കുക. പ്രജകളെല്ലാവരും ഭഗവാനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ദാരുകനോട് പറഞ്ഞു, നേരെ വിതുരരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഒരു പ്രാവശ്യം കൂടെ ഭഗവാനെ കുന്തി ദേവിയായിട്ട് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഭഗവാൻ സാത്വികയോടൊപ്പം കുന്തിദേവിയുടെ അടുത്തെത്തി. ഭഗവാൻ കുന്തിദേവിയുടെ പാദം തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. കുന്തിദേവിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കുന്തിദേവിക്ക് അറിയാമായിരുന്നു ദുര്യോധനൻ ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്. എന്നിട്ട് കുന്തിദേവി ഭയപ്പെട്ടു. കാരണം എൻ്റെ യുധിഷ്ഠിരൻ വലിയ പാവമാണ്, അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് പ്രചോദനം നൽകണം യുദ്ധം ചെയ്യാനായിട്ട്. കാരണം യുധിഷ്ഠിരന്റെ സ്വഭാവം വെച്ച് രാജ്യത്തിന് വേണ്ടി സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊല്ലുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് യുധിഷ്ഠിരൻ കരുതുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിരൻ എന്തായാലും യുദ്ധം ചെയ്യണം, അത് തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് കേശവ അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന്. കുന്തിദേവി ഓരോ മക്കളും നെറ്റ് പോയതാണ്. കുന്തിദേവി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു ഓരോ കാര്യങ്ങളും. ഓരോ മക്കളും ജനിച്ചപ്പോൾ
ആകാശവാണി എന്തൊക്കെയായിരുന്നു അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ശരീരി എന്തൊക്കെയാണ് കേട്ടത് അതൊക്കെ പറയുകയാണ്. ഇനി എന്തായാലും എൻ്റെ മക്കള് ഈ ഭൂമി ഭരിക്കേണ്ടവർ തന്നെയാണ്. ശാന്തിയിലൂടെ അത് ശ്രമിച്ചു, അതൊന്നും നടന്നില്ല. അതുകൂടാതെ ദ്രൗപദി ദേവിയുടെ അപമാനത്തിനും പ്രതികാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവർ പ്രതികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. നടന്ന തെറ്റുകളെല്ലാം തിരുത്തണം. കുന്തി ദേവി കൈകൂപ്പി ഭഗവാന്റെ തൃപ്പാദം തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ മക്കളോട് പറയൂ, എനിക്കിവിടെ ഒന്നിൻ്റെയും കുറവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയും. ഭഗവാൻ അതിനുശേഷം മുറിയിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. പുറത്ത് ഭീഷ്മരും മറ്റ് മുതിർന്ന കൗരവരും ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിലെല്ലാം ഭഗവാൻ നമസ്കരിച്ചു. എന്നിട്ട് രഥത്തിൽ കയറി ഹസ്തിനപുരിക്ക് പുറത്തേക്ക് യാത്രയാവുകയാണ്. കൗരവരെല്ലാം ഭഗവാനെ നോക്കി നിന്നു. ഭഗവാൻ ദാരുകനോട് പറഞ്ഞു, അതിവേഗതയിൽ പോകാൻ. നേരെ നോക്കിയപ്പോൾ ആകാശത്തൂടെ പറക്കുന്ന പോലെ തോന്നി. നിമിഷങ്ങൾക്കകം ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായെന്ന് തോന്നി. എന്നിട്ട് എല്ലാവരും അവരവരുടെ കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ ശാന്തി പ്രസ്താവന പരാജയപ്പെട്ടു. ഇനി യുദ്ധം ഉറപ്പാണ്. ഹരേ കൃഷ്ണ. ഇന്നത്തെ അധ്യായം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസിലിടാം നിങ്ങളുടെ അഭിപ്രായം. ഇനി കുരുക്ഷേത്രത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. അതാണ് അടുത്ത അധ്യായം. അത് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഇനി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.